Glory be to the name of God. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവ സാന്നിധ്യം അനുഭവമാക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവത്തിനെ സഹായിച്ചു. The Lord was enabling us to experience the godly presence in this place and to experience all the heavenly and godly blessings from God. ഈ വിശുദ്ധാസഭായോഗത്തിലും കടന്നു ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആത്മാവിൽ പാടി കർത്താവ് സന്തോഷിപ്പാനും ദൈവം സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. We also continue to praise God for having enabled us to come here for this devotional service to praise, magnify and worship our living God. മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ ഭാവങ്ങളെ കഴുകിക്കളഞ്ഞ ദൈവത്തിൽ നല്ല സാക്ഷികളായ പണിയാത്തിരുന്നതായ സ്നാനപ്പെട്ടായ കുട്ടികളുടെ സാക്ഷ്യം കേൾക്കേണ്ടിയായിരുന്നല്ലോ. We were also able to hear the testimonies of all the people of God, of all the children of God who repented and were baptized and were able to get the answer of a clear conscience toward God this morning. കർത്താവിന്റെ സ്തോത്രം. ഈ അല്പസമയം ജീവിതത്തിലിരിക്കുന്ന ജീവിതത്തിൽ അനുഗ്രഹത്തിനിടയിലായി ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചത് അനുഗ്രഹിക്കുന്നതിനായ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. And shall I remind you to prayerfully be seated here so that the Lord might continue to deal with us and give us His heavenly counsel. ചില വേദഭാഗങ്ങൾ വായിക്കാനായി ആഗ്രഹിക്കുകയാണ്. We would like to read a portion from the Word of God. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. Shall we read Lamentations chapter 3 verse 25? The Lord is good unto them that wait for him, to the soul that seeketh him. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Gratefully praising the name of God. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. The Lord is good unto them that wait for him, and to the soul that seeketh him. യഹോവ നല്ലവനായി നമ്മോട് കൂടിയിരിക്കുന്നു. The Lord is with us as a good God. യഹോവ എല്ലാവർക്കും നല്ലവനായ ദൈവമാണ്. God is good unto all. കർത്താവിന് സ്തോത്രം. Praise be to God. യഹോവയെക്കുറിച്ച് വായിക്കുമ്പോൾ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നുവെന്ന് 25-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. When we turn our attention to Psalm 25 verse 8, God, good and upright is the Lord, therefore will He teach sinners in the way. Good and upright is the Lord, therefore will he teach sinners in the way. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ആ യഹോവ പാപികളെ നേർവഴി കാണിച്ച് നേരായ പാതയിൽ കൂടെ നടത്തുന്നവനായ ദൈവമാണ്. Our God, He teaches the sinners the correct way and leads them in that good way. 86-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ when we read Psalm 86 verse 5, യഹോവ നല്ലവനും ക്ഷമിക്കുന്നവനുമാകുന്നു, തന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെ അവൻ മഹാദയാലുവാകുന്നു കാണാൻ കഴിയുകയാണ്. We can see our God is good and forgiving, and He shows mercy unto all that wait for Him. For thou, Lord, art good and ready to forgive, and plenteous in mercy unto all them that call upon thee. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. കർത്താവിന് സ്തോത്രം. Praise be to God. യഹോവയായ ദൈവം നല്ലവനും ക്ഷമിക്കുന്നവനും മഹാദയാലുവായ ദൈവമാണ്. Our Lord God, He is good, He is ready to forgive and plenteous in mercy. തന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവായ ദൈവമാണ്. He shows plenty of grace to all those that call upon Him. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് ദയ കാണിക്കുന്ന ദൈവമാണ്. When we trust in God, He wants to show us His mercy. അവന്റെ ദയ എന്നേക്കും തന്റെ ഭക്തന്മാരോട് ഇരിക്കുന്നു എന്ന് 103-ാം സങ്കീർത്തനം 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. When we read Psalm 103 verse 17, the mercy of the Lord is everlasting upon them that fear Him. But the mercy of the Lord is from everlasting to everlasting upon them that fear Him, and His righteousness unto His children's children. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise be to God. യഹോവ ദയയുള്ളവനായ ദൈവമാണ്. Yes, He is a merciful God. 145-ാം സങ്കീർത്തനം 8-ഉം 9-ഉം വാക്യം വായിക്കുമ്പോൾ യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയുള്ളവനായ ദൈവമാകുന്നു എന്ന് കാണാൻ കഴിയും. എല്ലാവർക്കും നല്ലവനായ ദൈവമാണ്. And when we read Psalm 145 verses 8 and 9, the Lord is gracious and full of compassion, slow to anger, and of great mercy. The Lord is good to all. The Lord is gracious and full of compassion,
slow to anger and of great mercy. The Lord is good to all, and his tender mercies are over all his works. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. He shows mercy unto all his works. അവൻ ദയയുള്ളവനായ ദൈവമാണ്. He is the one who shows mercy. ആകാശഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ദയ തന്റെ ഭക്തന്മാരുടെ വലുതായിരിക്കുന്നു. As the heavens are above the earth, so is great is his mercy towards his saints. ഭക്തിയോട് ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ദയ വലുതായിരിക്കുകയാണ്. All those that fear God and live, his mercy is great toward them. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ കരുണ തോന്നുന്നു. As the Father shows mercy to his children, the Lord shows mercy to those that fear him. ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is one who blesses those who fear him. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. We see the Lord blesses those that fear him, both great and small. ദൈവഭക്തിയോടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമുക്ക് ധാരാളമായി പ്രാപിക്കാൻ തീരും. When we with fear we worship God, we can receive the plenteous grace of God in our lives. ദൈവം നല്ലവനും നന്മ ചെയ്യുന്ന ദൈവമാണ്. He is good and he shows his goodness to us. 119 സങ്കീർത്തനം 68 വാക്യം നാം വായിക്കുമ്പോൾ When we read Psalm 119 verse 68, Thou art good and doest good, teach me thy statutes. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. praise be to the name of യഹോവ God. നല്ലവനും നന്മ ചെയ്യുന്നതുമായ ദൈവമാണ്. Our God, he is a good God and he doeth good. സിംഹങ്ങളും ഇരുട്ടാതെ വിശദരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. The young lions, they do lack and suffer hunger, but they that seek the Lord shall not want any good thing. ദൈവം നന്മ ചെയ്യുന്ന ദൈവമാണ്. Yes, our God, he doeth good. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. We can see all those who observe the words of God, unto them the Lord will do good. സദൃശവാക്യങ്ങളുടെ 11 അധ്യായം 20 വാക്യം നാം വായിക്കുമ്പോൾ When we read Proverbs chapter 16 verse 20, തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുന്നു. and all those who trust and all those who handle a matter wisely, they shall find good. He that handleth a matter wisely shall find good, and whoso trusteth in the Lord, happy is he. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Praise be to the name of God. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുന്നു. All those who handle the word of God very wisely, they are able to find good. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരും. And all those who fear God, they will receive the goodness of God. സദൃശവാക്യം സഭാപ്രസംഗി 8 അധ്യായം 12-13 വാക്യം നാം വായിക്കുമ്പോൾ When we read Ecclesiastes chapter 8 verse 13 and 14, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരും. and all those who fear God, unto them good things shall happen, ദുഷ്ടന്മാർക്ക് നന്മ വരികയില്ല. but unto the evil no good thing will happen. Though a sinner do evil 100 times, and his days be prolonged, yet surely I know that it shall be well with them that fear God, which fear before him. But it shall not be well with the wicked, neither shall he prolong his days, which are as a shadow, because he feareth not before God. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല. അവൻ ദൈവത്തെ ഭയപ്പെടായ്കയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകുകയില്ല. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Gratefully praising the name of God. യഹോവ നല്ലവനും കഷ്ടകാലത്ത് ശരണവുമായ ദൈവമാണ്. And he is our God is a good God and a very present help in trouble. ആ ദൈവത്തെ നാം അനുഭവിച്ചറിയുന്നതിനാണ്. And we should be those who experience our God. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും We should be able to taste and see that the Lord is good. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. And blessed is the man that trusteth in him. യഹോവയിൽ നാം ആശ്രയിക്കുമ്പോൾ യഹോവ നമ്മെ താങ്ങി നടത്തുന്ന ദൈവമാണ്. And when we trust in God, he will uphold us and he will lead us. യഹോവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ യഹോവ നല്ലവനും കഷ്ടദേശത്തിന് ശരണമാകുന്നു. And when we read, we also read the Lord is good and is a very present help in trouble. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. And he knows those who trust in him.
കഷ്ടത്തിൽ ശരണമായ ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a refuge in times of trouble. അതുകൊണ്ടാണ് യഹോവ നീ അറിയിച്ചിരിക്കുന്നത്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കാം. And that's why our God says, call upon me in the day of trouble, I will deliver you. കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, സകല മനുഷ്യരും നമ്മെ സ്നേഹിക്കുന്നതെല്ലാം വിട്ട് അകന്നു പോകുമ്പോൾ, When during times of trouble, all those whom we love and trust, when they forsake and leave us, കഷ്ടകാലത്ത് സഹായമായിരിക്കുന്ന ഒരേ വ്യക്തി ദൈവം മാത്രമാണ്. only one person is there with us as a help or an aid for us during those times, that is our God. യഹോവ നല്ലവനും കഷ്ടദേശത്തിൽ ശരണവുമാകുന്നു. He is our help in the times of trouble. കഷ്ടകാലം നാം ദൈവത്തിൽ നിലവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ആ ദൈവമാണ്. And the times of trouble, when we call upon God, He comes very near to us. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്ന ആ ദൈവമാണ്. He knows those who trust in Him. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise be to God. ദൈവം എങ്ങനെ അറിയുന്നു എന്ന് ചോദിക്കുന്നതായ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. And we can see people who ask, how does God know? അത്യുന്നതന് അറിവുണ്ടോ എന്ന് ചോദിക്കുന്നതായ ഒരു തലമുറയാണ് ലോകത്തിൽ കാണുന്നത്. We can see a generation in this world who are asking, does the Almighty and does the Most High God know of all things? നമ്മുടെ ദൈവം അറിവുള്ളവനായ ദൈവമാണ്. Yes, our God is a knowledging, all-knowing God. 73-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുമ്പോൾ, When we read Psalm 73 verse 11, ദൈവം എങ്ങനെ അറിയുന്നു, how does God know? ദൈവത്തിന് അത്യുന്നതന് അറിവുണ്ടോ എന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് കാണാൻ കഴിയുകയാണ്. We can see a group of people who are asking, does the Most High God know? നമ്മുടെ ദൈവം അറിവുള്ളവനായ ദൈവമാണ്. Yes, He knows everything. നമ്മെ എല്ലാവരെയും കാണുന്നവനായ ദൈവമാണ്. He is seeing, and He's a God who sees every one of us. അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നവനായ ദൈവമാണ്. He knows our true intentions and our true nature. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്, ഏത് അവസ്ഥയിൽ കൂടെ, ഏത് പാതയിൽ കൂടെ നാം കടന്നു പോകുന്നു എന്ന് ദൈവം അറിയുന്നു. He knows our current state. He knows the path that we are taking. അതാ 103-ാം സങ്കീർത്തനം 14-ാം വാക്യം വായിക്കുമ്പോൾ, That's why when we read Psalm 103 verse 14, അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നു. He knows our He knows our frame. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. And He remembers that we are dust. നമ്മുടെ പ്രകൃതിയെ അറിയുന്ന ദൈവം, Yes, He knows our true nature. നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയുന്ന ദൈവം, He knows our true state. നമ്മുടെ കഷ്ടങ്ങളെ കാണുന്ന ദൈവം, He's a God who sees our troubles. നാം പോകുന്ന പാതയിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മെ കുറിച്ച് അറിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. And He's a God who knows our true state in the path that we are treading. അവൻ നമ്മുടെ പ്രവൃത്തിയെ അറിയുന്ന ദൈവമാണ്. He knows our deeds and works. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നാം ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയും. And concerning God, the Lord Jesus Himself says, He is a God who knows our needs even before we ask it of Him. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് നാം യാചിക്കുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു. Our God knows the true need of our heart even before we ask it of God. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കൂടെ പാർക്കുന്നതായ മാതാപിതാക്കൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ എല്ലാം അറിയത്തില്ല. എന്നാൽ നാം ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നതിനായ ദൈവമാണ് നമ്മുടെ ദൈവം. Perhaps our own parents, our own husband or wife, they might not know our true need, but our God knows the true need of our heart even before we can ask it of our God. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, When we read Matthew chapter 6 verse 8, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. For your Father knoweth what things ye have need of before even if you ask of Him. അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്ന ദൈവമാണ്. He knows our true frame. അവരുടെ പ്രവൃത്തിയെ അറിയുന്ന ദൈവമാണ്. He knows our deeds. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. He knows our needs. നാം എന്താണ് ആവശ്യമുള്ളതെന്ന് നാം ചോദിക്കുന്നുണ്ട് ദൈവത്തിന് അറിയാം. And even before we ask of that need or that petition, He gives it to us. പക്ഷെ ലഭിക്കണമെങ്കിൽ നാം ചോദിക്കണം. But to receive it of Him, we must ask it of Him. ചോദിച്ചെങ്കിൽ മാത്രമേ തരികയുള്ളൂ. Only if we ask Him, we will receive it from Him. നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ തന്നെയും, Even though our God knows what we truly need, യേശു പറഞ്ഞതാണ്, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ യാചിക്കുമ്പേ
സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നത് എന്ന്. Jesus said, your Father in heaven knows your need even before you ask it of him. എന്നാൽ അത് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തോട് ചോദിക്കണം. But if you have to receive it from God, you have to ask him. അതുകൊണ്ട് മത്തായി സുവിശേഷം 7-ാം വാക്യം വായിക്കുമ്പോൾ, that's why when we read Matthew 7:1, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ask and ye shall receive. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം എങ്കിൽ തന്നെയും Even though God knows our true need, നാം ദൈവത്തോട് യാചിക്കുന്നതിനായിരിക്കും, അഥവാ ചോദിക്കുന്നതിനായിരിക്കും. we must ask it of God. ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്നവനായ ദൈവമാണ്. When we ask of God, he is the one who will help us. രണ്ടാം സംഗീതത്തിൽ വായിക്കുമ്പോൾ എന്നോട് ചോദിച്ചു കൊള്ളുക. And that's why in Psalm 2 he says, ask it of me. ഞാൻ ജാതിയുടെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരുമെന്ന് രണ്ടാം സംഘത്തിൽ 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. And that's why in Psalm 2:8, ask of me and I will give you the heathen for thine inheritance and the uttermost parts of the earth for thy possession. നമ്മുടെ ദൈവങ്ങൾ പ്രകൃതിയെ അറിയുന്നതിനായ ദൈവമാണ്. Yes, our God knows our frame. നമ്മുടെ പ്രവൃത്തിയെ അറിയുന്നതിനായ ദൈവമാണ്. He knows our works. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നതിനായ ദൈവമാണ്. He knows our needs also. നാം ചോദിക്കൽ ഉപരിയായ ദൈവങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം കൂടിയാണ്. And he's also able to perform more than we expect of God. ദൈവത്തിന്റെ പക്കൽ നാം വാങ്ങി അനുഭവിക്കാൻ തക്കവണ്ണം ദൈവത്തെ സ്നേഹിക്കുന്നവരാത്തിരിയാണ്. But we should be those who love God so that we can receive it of God and experience those blessings. അവൻ നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നതിനായ ദൈവമാണ്. He knows our griefs and sorrows. ഇസ്രായേൽ ജനം കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. And because of Israel during the troubles, they cried unto God. വർഷങ്ങളായി ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് കഷ്ടമനുഭവിക്കുന്നതായ ആ കഷ്ടത നിമിത്തം അവർ ദൈവത്തോട് നിലവിളിച്ചു. By reason of bondage and slavery under Pharaoh for many years, they cried unto the Lord. അവരുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും കണ്ടുകൊണ്ട് യഹോവയായ ദൈവം ഇറങ്ങിയെന്ന് മോശയോട് പറയുകയാണ്. And seeing their sorrows and seeing their pain and toil, the Lord comes down and says to Moses, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. I have surely seen the sorrow of my people. ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. And I know of their griefs. നമ്മുടെ കഷ്ടങ്ങളെ കാണുന്നതിനായ ദൈവം. Yes, our God who sees our troubles. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നതിനായ ദൈവം. And our God who sees our sorrows. ആ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ കഷ്ടങ്ങളിൽ നിന്നും അവരുടെ സങ്കടത്തിൽ നിന്നും വിടുവിക്കുവാനായി ഇറങ്ങി വന്നിരിക്കുന്നു. And I've come down in order that I may deliver them from their troubles and sorrows. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. And even this morning our Lord has come down in our midst. നമ്മുടെ കഷ്ടതയിൽ നമ്മെ വിടുവിക്കുവാനായി, In order to deliver us from our troubles. സങ്കടങ്ങളിൽ നമ്മെ വിടുവിക്കുവാനായി, In order to deliver us from our sorrows. നിറവേറ്റി തന്ന് സഹായിക്കുവാനായി, In order to fulfill our needs and grant it to us. സർവശക്തനായ കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. Yes, the Almighty God has come down in our midst. ആ ദൈവം അറിവുള്ളവരാ ദൈവമാണ്. He is the all-knowing God. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. And He is the one who loves us. നമ്മൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. And He knows those who put their trust in Him. നാം ദൈവത്തോട് അടുത്തിരുമ്പോൾ ദൈവം നമ്മോടും അടുത്ത് വരും. And when we draw nigh unto that God will draw nigh unto us. വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. And that's what we read in the epistle according to James. ദൈവത്തോട് അടുത്തിരുക, അവൻ നിങ്ങളോട് അടുത്ത് വരും. Draw nigh unto God and He will draw nigh unto you. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Praise be to the name of God. ദൈവത്തോട് അടുത്തിരുമ്പോൾ ദൈവം നമ്മോടും അടുത്തിരുന്ന ദൈവമാണ്. When we draw nigh to God, He will also draw nigh unto us. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയൊക്കെയും അടുത്ത് വന്ന് കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. When we call upon Him, He will come very, very near to us and He will hearken to our pleas. നാം വിളിച്ചപേക്ഷിക്കുകയൊക്കെയും അടുത്ത് വന്ന് കേൾക്കുന്നതായ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുമില്ല. And there is no blessed generation to whom unto God is very near. ദൈവമക്കൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, when the people of God cry unto God, ദൈവം അവരുടെ അടുക്കലേക്ക് വന്ന് അവരെ സഹായിക്കുന്ന ദൈവമാണ്. our God is one who will come very nigh unto them and He will bless them. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, when we read Deuteronomy 14:1, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ശ്രേഷ്ഠ ജാതിയായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. and God has chosen us as a holy generation. ഒരു കാലത്ത് നാം അന്ധകാരത്തിൽ ഇരുട്ടിൽ കിടന്നവരായിരുന്നു. And once we were in darkness,
പുതിയ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് ഓർമ്മിക്കുകയാണ്. And Saint Peter is reminding us about the apostolic church. ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സേവകനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. And ye were delivered from the power of darkness, and he has brought you into this marvelous light. പത്രോസിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, when we read 1 Peter chapter 2 verse 9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. Praise be to the name of God. നമ്മെ ഇരുട്ടിന്റെ അന്ധകാരം വിടുവിച്ച് and delivering us from the power of darkness ഇരുട്ടിന്റെ അധീനതയിൽ നമ്മെ വിടുവിച്ച് and delivering us from the slavery of darkness. സ്വന്തം ജനമായി വിശുദ്ധ ജനമായി കൊണ്ടുവന്നിരിക്കുകയാണ്. He has made us his own people, his holy people. അവനെ സഹായിക്കുന്ന ദൈവമാണ്. And he is the one who is helping us. അവൻ നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവമാണ്. He knows our sorrows. അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. He knows our needs. ചോദിക്കുന്നു, ദൈവത്തിന് അറിവുണ്ടോ? And some are asking, does God know? അത്യുന്നതനെ എങ്ങനെ അറിയുന്നു? And does the Most High have knowledge? അവരുടെ ദൈവം വായുകൊണ്ട് സംസാരിക്കില്ല, കണ്ണുകൾ കാണുന്നില്ല. Because their God, even though they have eyes they do not see, even though they have mouth they do not speak. ചെവികൊണ്ട് കേൾക്കുന്നതില്ല. And even though they have ears they cannot hear. തൊണ്ടകൊണ്ട് സംസാരിക്കുന്നതില്ല. They cannot speak with their throats. 115-ാം സങ്കീർത്തനം 4-5 വാക്യം വായിക്കുമ്പോൾ, when we read Psalm 115 verses 4 and 5, അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. they are made. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. But our God is not like that. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. Our God is a living God. നമ്മുടെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. He is a creator God. നമ്മുടെ പിതാവായ ദൈവമാണ്. He is our Father God. ആ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. And he is with us. ആ ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ്. And he knows us. അവൻ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. He knows our sorrows. അവൻ എല്ലാ ദുഃഖങ്ങളിൽ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. And he delivers us from all our griefs and ആ sorrows. ദൈവത്തിന് മറവാരിക്ക് ഒന്നുമില്ല. And nothing is hidden before our God. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നുണ്ട്. He knows our sitting down and even our uprising. നമ്മുടെ നടപ്പും കിടപ്പും അവൻ അറിയുന്ന He knows the path that we take, and he knows where we lie. അവൻ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. He knows our imaginations from afar off. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. He knows us as we are, even from far off. ആ യഹോവ ദൈവം നല്ലവനും കഷ്ടദേശത്തിൽ ശരണമാകുന്നു. Our God is good and is a very present help in the time of trouble. നമ്മൾ ആശ്രയിക്കുന്നവൻ അറിയുന്ന ദൈവമാണ്. And he knows those who put their trust in him. നമ്മുടെ ജീവിതത്തിൽ ആശ്രയിക്കാൻ ദൈവമല്ലാതെ മറ്റൊന്നും തന്നെയുമില്ല. We have no one and nothing else to put our trust in besides God. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരണം. We must be those who put our trust in God. യഹോവ ആർക്കാണ് നല്ലവൻ? To whom is God good? നാം വായിച്ച വേദഭാഗത്തിൽ And the portion that we read, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകുന്നു. the Lord is good unto them that wait to him, they wait for him, unto the soul that seeketh after him. തന്നെ കാത്തിരിക്കുന്നവർക്കും നല്ലവനായ ദൈവമാണ്. The Lord is good unto those that seek or wait for him. തന്നെ അന്വേഷിക്കുന്നവർക്കും നല്ലവനായ ദൈവമാണ്. And the Lord is good unto those that seek after him. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് വ്യക്തിയുണ്ടോ അവർക്ക് ദൈവം സമീപസ്ഥനായ ദൈവമാണ്. The Lord is nigh unto those that call upon him. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. Praise be to God. 145-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, When we read Psalm 145, അതിന് 18-19 വാക്യം വായിക്കുമ്പോൾ, verses 18 and 19, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനായ ദൈവമാണ്. the Lord is nigh unto all them that call upon him. സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവമാണ്. He is nigh unto all those that call upon him in truth. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. Praise be to the name of God. വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല, സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ്. And not only that call upon him, but all those who call upon him in truth. വിളിച്ചപേക്ഷിക്കുന്ന ഒരു അനുഭവമാണ്, സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന വേറൊരു അനുഭവമാണ്. Calling upon him is one experience. Calling upon him in truth is an altogether another experience. സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുക പറയുമ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്ന അനുഭവത്തെ കാണിക്കുകയാണ്. Calling upon him in truth is an experience of being very close to God. സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനായ ദൈവമാണ്. The Lord is very nigh unto them that call upon him in truth. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്. And he will fulfill the desire of those that fear him. തന്റെ ഭക്തന്മാരോട് ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. And he will
show mercy unto the fearful ones. ആകയാൽ ഇപ്പോൾ നാം ഭക്തിയോടും ഭയത്തോടും ജീവിക്കുന്നവരാണ്. Therefore we must live a fearful and a devout life. യഹോവ ആർക്കാണ് നല്ലവൻ? And to whom is God good? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാധികമാണ്. He is nigh unto them that wait upon him, that call upon him. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാധികമാണ്. The Lord is nigh unto those who are broken in heart. തകർന്ന നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നതിനാധികമല്ല. The Lord will never despise a broken and a contrite heart. തകർന്ന മനസ്സ് എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. Where there is a broken heart, there is the presence of God. ആര് ദൈവത്തെ നോക്കി നിലവിളിക്കുന്നു അവരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. And all those who are calling upon him, the Lord is very hearkening unto their pleas, and he is very nigh unto them. അതുകൊണ്ടാണ് 34 സംഗീതത്തിൽ എനിക്ക് യഹോവയുടെ ദൃഷ്ടി നീതിമാന്മാരുടെ മേലും അവരുടെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. And that's why the eyes of the Lord are upon the righteous, and his ears are open unto their prayers. യഹോവയുടെ ദൃഷ്ടി നീതിമാന്മാരുടെ മേലും And the eyes of the Lord are upon the righteous, അവരുടെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. and his ears are open unto their cry. ദൈവത്തെ നോക്കി ഏത് വ്യക്തി നിലവിളിക്കുന്നു അവരെ സഹായിപ്പാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. And all those who cry unto God, the Lord, his ears are open unto the cry, and he is very nigh unto them in order to help them. ആ വലിയവനായ ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. And the great God is here in our midst this morning. അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. Yes, he is the one who is the helping one. ആ നാം ദൈവത്തിൽ നിലവിളിക്കുന്നവരാണ്. And we must be those who cry unto him. നമ്മൾ ആശ്രയിക്കുന്ന അവൻ അറിയുന്ന ദൈവമാണ്. Our God knows those who put their trust in him. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. Our God is one who works for them that wait for him. പിതാക്കന്മാർ അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുകയും ആ ദൈവത്തെ വിടുവിക്കുന്നതായി കാണാൻ കഴിയും. And we can see the fathers waited on the Lord likewise, and they received the deliverance from God. 22 സങ്കീർത്തനം 4 വാക്യം വായിക്കുമ്പോൾ When we read Psalm 22 verse 4, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. നമ്മുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്യും. our fathers trusted in thee, they trusted, and thou didst deliver them. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയുണ്ടോ അവരെ ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. And all those put their trust in him, our Lord will never forsake them. മനുഷ്യരെ ആശ്രയിക്കുന്നതിനാ തീരരുത്. We must never put our trust in man. മനുഷ്യരെ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നതിൽ അനുഗ്രഹിക്കപ്പെടാൻ കഴിയില്ല. If we put our trust in man and go forward, we can never receive the blessings. വായിക്കുമ്പോൾ Jeremiah 17:5, മനുഷ്യരെ ആശ്രയിച്ച് and those who put their trust in him, ജഡത്തിൽ തന്നെ ഭുജമാക്കി and put their trust and confidence in the flesh, ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവരാണ്. and cursed is he that removes his heart from God. ദൈവത്തിൽ നിന്ന് വിട്ടുമാറുന്നവരായി തീരരുത്. We must never, our heart should not depart from the Lord. ദൈവത്തിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത ജനം താങ്കളുള്ളവരാണ്. And blessed is the man that trusteth in him, and whose hope the Lord is. അയാൾ ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുന്നവരായി തീരണം. So we must put our constant trust in God. നമ്മൾ ആശ്രയിക്കുന്നത് അവൻ അറിയുന്ന ദൈവമാണ്. Our God knows those who put their trust in him. അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. He knows their need. അവരുടെ സങ്കടങ്ങൾ അറിയുന്ന He ദൈവമാണ്. knows their sorrows. അവരുടെ കഷ്ടതകൾ അവരെ വിടുവിക്കുന്ന ദൈവമാണ്. He is able to deliver them in their trouble. വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തുവന്ന് കേൾക്കുന്ന ദൈവമാണ്. When we call upon him, he will come nigh unto them, and he will deliver them. ആ ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. And that same God is here in our midst this morning. ആ ദൈവത്തെ നാം അനുഭവിച്ചറിയുന്നവരായി തീരണം. We must experience that God in our lives. കാലങ്ങളൊക്കെ ദൈവത്തെ അനുഭവിച്ചറിയാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. And we were privileged to experience this God in our previous days. യഹോവ നല്ലവനെന്ന് അറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ വിളിക്കാമോ? വിളിക്കുന്ന എല്ലാവരും യഹോവ നല്ലവനെന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കളാണ്. And all the people of God who are seated here, they have been able to experience that the Lord is indeed good. കർത്താവിന് സ്തോത്രം ചെയ്യും. Praise be to God. യഹോവ ആർക്കാണ് നല്ലവൻ? To whom is God good? സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ നല്ലവനാണ്. The Lord is good unto them that call upon him in truth. 73 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ When we read Psalm 73 verse 1, നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം. and God is good unto them are of such of a clean heart. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ
നല്ലവനാകുന്നു നിശ്ചയം. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. Praise be to God. നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനായ ദൈവമാണ് നമ്മുടെ ദൈവം. Our God is good unto them that are of a clean heart. 84 സങ്കീർത്തനം വായിക്കുമ്പോൾ When we read Psalm 84, യഹോവ സൂര്യന് പരിചയമാകുന്നു, and He is our shield and our strength, നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മടക്കുകയില്ല. and no goodness will He withhold to them that walk uprightly. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മടക്കുകയില്ല. And He will not withhold any good thing from them that walk uprightly. നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനായ ദൈവം. Our God is good to those that have a clean heart. ഒരു നിർമ്മലമായ ഹൃദയം ഉണ്ടായിരിക്കണം. We must have a clean heart, an upright heart. എങ്ങനെ നിർമ്മലമായ ഹൃദയം പ്രാപിക്കാൻ കഴിയും? And how can we receive that clean heart? കർത്താവായ യേശുവിന്റെ തിരുമുഖം നിർമ്മലമായ ഹൃദയം പ്രാപിക്കാൻ തീരുകയാണ്. And through our Lord Jesus we can receive that cleanness of heart. യഹോവ ദൈവത്തെ And trusting in God, നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുവാൻ, and in order to worship God with a clear conscience, കർത്താവായ യേശു നിത്യം നമ്മെ സഹായിക്കുന്നു. the blood of Jesus, it helps us. എബ്രായർ 9:14 വായിക്കുമ്പോൾ When we read Hebrews chapter 9 verse 14, ജീവനെ ആരാധിക്കാനായി in order to worship the living നമ്മുടെ God, മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി and is purging our conscience from dead works, എത്രയധികം ശുദ്ധീകരിക്കുന്നത് കാണാൻ കഴിയുകയാണ്. how much more is the blood of Jesus sanctifying us? നിർമ്മലമായ ഹൃദയം പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? What must we do to receive a clean heart? കർത്താവിന്റെ നിത്യത്താൽ നാം കൈകൾ പ്രാപിക്കണം. We must be cleansed by the blood of Jesus. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണാൻ ആർക്കും കഴിയില്ല. Without the purity of heart, no one can see God. ആ ദേശത്തിൽ നാം കടന്നു വരുമ്പോൾ Therefore, when we come to the presence of God, കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കാനായി, and in order for God to cleanse us, നമ്മെ നിർമ്മലീകരിക്കുവാനായി, in order to purify us, our പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുന്നവരായി തീരണം. we must be those who confess and forsake our sins. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നത് ശുഭം വരികയില്ല. And all those who cover their sins, they shall not prosper. അവയെ ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. But those who confess, they will receive mercy. ആകയാൽ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കേണ്ടതിനായി Therefore, in order to receive the mercy of God, ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായി തീരണം. we must confess our iniquities and transgressions and forsake them. നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവനാകുന്നു നിശ്ചയം. The Lord is good unto them that are of a clean heart. നിർമ്മലമായ ഹൃദയത്തോട് ജീവിപ്പാനായി നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കണം. Shall we surrender ourselves wholly in order that we might live with an upright and a clean heart? ഇനി ദൈവം ആർക്കാണ് നല്ലവൻ? Nextly, unto whom is God good? ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് നല്ലവനാണ് ദൈവമാണ്. The Lord is good unto them that wait upon Him. തന്നെ അന്വേഷിക്കുന്നവർക്ക് യഹോവ നല്ലവനാണ് ദൈവമാണ്. The Lord is good unto them that seek upon Him. ദൈവത്തെ കാത്തിരിക്കുന്ന ഏത് വ്യക്തികളുണ്ടോ And when you see upon them that wait upon God, അവർക്കൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. our God, He works for them. പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം ഓർപ്പിക്കുന്നു, And Isaiah, the prophet Isaiah reminds us, നീ അല്ലാതെ വേറൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടൊരിക്കലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല. our eyes have not seen, neither can we have understood or discerned with our heart of God who works for them that wait upon Him. യെശയ്യാ പ്രവചനം 64 വാക്യം വായിക്കുമ്പോൾ When we read Isaiah 64 verse 4, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവരു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. our God, He works for them that wait for Him. കാത്തിരിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവമാണ്. He delivers those that wait upon Him. കഴിഞ്ഞ രാത്രികാലം നാം കേട്ടതുപോലെ As we heard yesterday, ദാവീദിന്റെ ജീവിതത്തിൽ അവൻ കുഴിഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും കിടന്ന് താഴെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. and he was in the miry pit of clay of sin, and he was going into the depths thereof. ആ ദാവീദ് എന്താണ് ചെയ്തത്? What did David do? യഹോവയ്ക്കായി കാത്തിരുന്നു. He waited upon the Lord. യഹോവയ്ക്കായി അവൻ കാത്തിരുന്നപ്പോൾ And as he waited upon the Lord, യഹോവ സ്വർഗ്ഗം ചായ്ച്ച് ഇറങ്ങി വന്നു. the Lord descended from heaven, നാശകരമായ കുഴിയിൽ നിന്നും and from that terrible pit, കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് അവനെ കയറ്റി. and from the miry clay the Lord delivered him. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവരെ കൈവിടുന്നവനാ ദൈവമല്ല. And all those who wait upon the Lord, our Lord will never leave them. കഷ്ടകാലത്ത് ദൈവത്തെ നാം ആശ്രയിക്കുമ്പോൾ, When we put our trust in the times of trouble, എല്ലാവരും കൈവിടുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ when everyone forsakes us, and when we put our trust in God, ആ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. that God will help us. ആ ദൈവത്തിലേക്ക് നോക്കുന്നവരാക്കുകയാണ്. We must look unto that God. തന്നെ കാത്തിരിക്കുന്നവരുടെ പ്രവർത്തിക്കുന്ന വേറൊരു ദൈവം ലോകത്തിലില്ല. There is no other God who will work for them that wait upon Him. നാം വിളിച്ചപേക്ഷിക്കുമൊക്കെ നമ്മൾ കരുണ കാണിക്കുന്ന ദൈവമാണ്. Our God, He shows us mercy when we wait upon Him.
കാത്തിരിക്കുന്നവർക്ക് കരുണ കാണിക്കുന്ന ദൈവമാണ്. He shows us mercy when we wait upon Him. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. Praise be to God. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 33-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ Isaiah 33 verse 2. യഹോവേ ഞങ്ങളുടെ കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. നമ്മളോട് കൃപയുണ്ടാകണമേ. O Lord, have mercy upon us. ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. For we are waiting upon Thee. കൃപയ്ക്കായി കാത്തിരിക്കണം. We are waiting for grace. കൃപയില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. Without grace we cannot be sustained. നാം പഠിച്ചു പോകാത്തവന് ദയയാകുന്നു. It is His compassion whereby we are not perishing. അവന്റെ കരുണ ഇന്ന് തീർന്നു പോയിട്ടില്ല. And His mercies have never ended. അത് രാവിലെ തോറും പുതിയതാണ്. They are new every morning. രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പ്രാപിക്കണമെങ്കിൽ, And if you have to receive the grace of God every morning, രാവിലെ തോറും ദൈവത്തെ നാം അന്വേഷിക്കുന്നവരായിരിക്കണം. we must seek God every morning. യഹോവയെ ആശ്രയിക്കുന്നവരായിരിക്കണം. We must trust God. യഹോവയെ ആശ്രയിക്കുന്നവരെയോ ദയ ചുറ്റിക്കൊള്ളും. And those who put their trust in God, His mercies will enfold them. ഏതൊരു വ്യക്തി ദൈവത്തെ ആശ്രയിക്കുന്നു അവരെ ദയ ചുറ്റിക്കൊള്ളും. And His mercy will enfold them that call or put their trust in Him. ആ ദയ നമ്മെ പരിപാലിക്കുന്നതാണ്. That mercy will protect us. ആ ദയയിൽ നാം ദയയിൽ അന്യപ്പെട്ടു പോകരുത്. And we should never be far away from that mercy of God. നാം പഠിച്ചു പോകാത്തത് അവന്റെ ദയയാകുന്നു. It is by His mercy whereby we are not അവന്റെ punished. കരുണ ഇന്ന് തീർന്നു പോയിട്ടില്ല. And His mercies, they have not ended. അത് രാവിലെ തോറും പുതിയതാണ്. They are new every morning. ദൈവം രാവിലെ തോറും കൃപ പകരും. And every morning the Lord will provide us with that grace. രാവിലെ തോറും ദൈവത്തെ സ്തുതിക്കണം. That's why we ought to praise God every morning. അതുകൊണ്ടാണ് ദൈവമക്കൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുന്നത്. And that's why we tell the people of God to get up in the morning and to praise God. ഓരോ ദേശത്തേക്ക് ആവശ്യമായ ദൈവത്തിന്റെ ദയ കൃപ നമ്മുടെ മേൽ പകരുക. And so that we might receive the grace and mercies of God needful for that particular day. കൃപയ്ക്കായി കാത്തിരിക്കുന്നവരായിരിക്കണം. We must wait for the grace of God. ആർക്കാണ് കൃപ ലഭിക്കുന്നത്? Unto whom and who receives the grace? താഴ്ന്നവർക്കോ കൃപ നൽകുന്നു. All those who are humble, they will receive grace. ആ കൃപ നമ്മെ വലിയവനാക്കി തീർക്കുകയാണ്. And that grace, that will lift us. ആ കൃപ നമ്മെ ഉയർത്തുകയാണ്. That grace will exalt us. എത്രമാത്രം നാം താഴ്ത്തുന്നു അത്രമാത്രം ദൈവം നമ്മെ ഉയർത്തുന്നവനാ ദൈവമാണ്. The more we humble ourselves, that much the Lord will exalt us. ആകയാൽ നാം എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരണം. That's why we ought to put our constant trust in God. ദൈവത്തെ കൈവിടാത്തവനാ ദൈവമാണ്. Our God will never forsake us. ആ ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുന്നവരായി തീരണം. And put our constant trust in that God who will never forsake us. എല്ലാവരും നമുക്കെതിരായി വന്നാലും And even though everyone might become adverse to ദൈവത്തിൽ us, ആശ്രയിക്കുന്നവർ ദൈവം നമ്മെ സഹായിക്കുന്നവരാ ദൈവമാണ്. but our God will help us because we have put our trust in God. പ്രവാചകനായ മീഖ ഇപ്രകാരം പ്രവചിക്കുകയുണ്ടായി. And the prophet Micah, he prophesied like this. എന്റെ വീട്ടുകാർ എന്റെ ശത്രുക്കളായിരിക്കുന്നു. And my household have become my enemy. എങ്കിൽ ഞാനോ യഹോവയിലേക്ക് നോക്കും. But I will look unto God. മനുഷ്യന്റെ ശത്രുക്കൾ അവന് വീട്ടുകാർ തന്നെ, ഞാനോ യഹോവയിലേക്ക് നോക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. I will wait for the God of my salvation. ആ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുന്നവരായിരിക്കണം. We must wait for that salvation. ആ ദൈവം നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ശക്തനായ ദൈവമാണ്. Yes, He is the one who is able to deliver us. ആ ദൈവം നമ്മെ കൈവിടുന്നവനാ ദൈവമല്ല. He will never leave us nor will He forsake us. അതുകൊണ്ടാണ് പ്രവാചകനായ യെശയ്യാ ഓർപ്പിക്കുന്നത്. And that's why Isaiah he reminds us. സകല ഭൂമിവാസികളോരേ, Oh, all the ends of the earth, എങ്കിലേക്ക് നോക്ക്, രക്ഷപ്പെട്ടുകൊള്ളുവീൻ. look unto me and be ye saved. രക്ഷയ്ക്കായി നാം ദൈവത്തിൽ അപേക്ഷിക്കുന്നവരായിരിക്കണം. We must look and cry unto God for salvation, വലിയ ശിക്ഷാവിധിപ്പാൻ, so that we might be delivered from the great and eternal damnation and judgment. ആ രക്ഷയ്ക്കായി നാം കാത്തിരിക്കണം. We must wait for that salvation, നാം പ്രാപിപ്പാൻ നമുക്ക് പ്രാപിപ്പണിയാ തീരും. and then only we can receive that salvation. ദൈവത്തിലുള്ള കൃപ നാം പ്രാപിപ്പണിയാ തീരണം. Then only we can receive that grace of God. സമാധാനത്തിനായി നാം കാത്തിരിക്കണം. We must wait for the peace of God. ലോകത്തിൽ സമാധാനമില്ലാതെ ജനം അലയുകയാണ്, വലയുകയാണ്. And man is roaming without peace in this world. സമാധാനത്തിനായി കാത്തിരിക്കുമ്പോൾ When we wait for that peace of God, സമാധാനം പ്രാപിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? what must we do to receive that mercy? ഇസ്രായേൽ മക്കൾ സമാധാനത്തിനായി കാത്തിരുന്നു. The children of Israel waited for the peace of God, അവർക്ക് സമാധാനം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. but they were not able to receive that peace. സൗഖ്യത്തിനായി കാത്തിരുന്നു. They waited for healing, സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. yet they were not
not able to receive that healing. കാരണം എന്താണ്? What was the അവർ reason? യഹോവയോട് പാപം ചെയ്തു. Because they sinned against God. വായിക്കുമ്പോൾ When we read in the word of God, അവർ സമാധാനത്തിനായി കാത്തിരുന്നു. they waited for peace. 8:15 Jeremiah 8:15. നാം സമാധാനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഒരു ഗുണവും വന്നില്ല. ഒരു ഗുണവും വന്നില്ല. രോഗശമനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഭീതി. കാരണം എന്താണ്? What was the reason? അതിന് 14 കാരണം എഴുതിയിട്ടുണ്ട്. In verse 14, the reason is mentioned. കൂടി വരുവീൻ, നാം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്ന് അവിടെ നശിച്ചു പോക. നാം യഹോവയുടെ പാപം ചെയ്തുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ നഞ്ചുവെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു. പാപിയുടെ പ്രാർത്ഥനയെ കേൾക്കുന്നില്ല. And the Lord will never hearken to the prayer of the അവരുടെ sinner. ജീവിതത്തിൽ സമാധാനം പ്രാപിക്കാൻ കഴിയില്ല. They will not be able to receive peace in their life. അവർ പാപം ചെയ്തതിനു ശേഷം ദൈവത്തോട് സമാധാനത്തിനായി കാത്തിരിക്കുകയാണ്. After they sin, they are waiting for peace from God. സമാധാനം പ്രാപിക്കാൻ കഴിയില്ല. Yet they are not able to receive that peace. സൗഖ്യത്തിനായി They കാത്തിരിക്കുകയാണ്. are waiting for healing, സൗഖ്യം പ്രാപിക്കാൻ കഴിയില്ല. but they are not able to receive that. സമാധാനം പ്രാപിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? But what must we do to receive that peace? ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. There is no peace to the wicked. അവരുടെ ഹൃദയം ചെളിയും മുമ്പോട്ട് തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. Their lives will only bring about the mire and the dirt from like the sea. ആർക്കാണ് സമാധാനം പ്രാപിക്കാൻ കഴിയുന്നത്? And who will receive the peace of God? ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഏത് വ്യക്തിയുണ്ടോ അവരുടെ ജീവിതത്തിൽ സമാധാനം നദി പോലെ ദൈവമാണ്. All those who observe the commandments and statutes of God, unto them the peace will flow like a river. 48 വായിക്കുമ്പോൾ When we read Isaiah 64 verse 18, അയ്യോ നീ കൽപ്പനകളെ കേട്ട് പ്രമാണിച്ച് നടന്നെങ്കിൽ കൊള്ളായിരുന്നു. it would have been good if you would hearken unto my voice, unto my statutes and observe them. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും Then your peace would have been like a river, നിന്റെ നീതി സമുദ്രത്തിൽ തിര പോലെയും ആകുമായിരുന്നു. and your righteousness like the waves of the sea. നദി പോലെ സമാധാനം നൽകുവാൻ In order to give us peace like a river, like peace, ദൈവത്തിന്റെ കൽപ്പനകൾ കേട്ട് പ്രമാണിക്കുന്നവരാക്കുകയാണ്. we must observe the commandments of God. എന്റെ സമാധാനത്തിന് വേണ്ടി ജനം ഓടി അലയുകയാണ്. Man is running and roaming in search of peace. മറ്റു പലതിലും അവർ ആശ്രയിക്കുകയാണ്. They put their trust in many things. മദ്യത്തിന് മയക്കുമരുന്നിൽ അവർ They ആശ്രയിക്കുകയാണ്. put their trust in alcoholism and in drugs. മറ്റു വിനോദങ്ങളിൽ അവർ ആശ്രയിക്കുകയാണ്. They put their trust in many amusements. അവിടെ നിന്ന് സമാധാനം പ്രാപിക്കാൻ കഴിയില്ല. Yet they are not able to receive peace. സമാധാനം പ്രാപിക്കാൻ ഒരേ ഒരു വഴി There is only one way to receive peace. പ്രമാണിച്ച് നടന്നാൽ സമാധാനം അതുപോലെ പ്രാപിക്കാൻ കഴിയും. When you observe the commandments and statutes of God, you will receive a river like peace. ആ സമാധാനം സമർത്ഥമായി പ്രാപിക്കാൻ You will receive the peace in abundance. നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന സമാധാനം അതുപോലെ നൽകുന്ന ദൈവമാണ്. All those who put their trust in Him, they will receive the river like peace. ആ സമാധാനത്തിൽ എല്ലായ്പ്പോഴും വാഴണം. And we must reign in that peace always. ക്രിസ്തുവിന്റെ സമാധാന ഹൃദയങ്ങൾ വാഴട്ടെ. And let the peace of Christ rule in your hearts. അതിനായിട്ടല്ലോ നിങ്ങളെ ഏകദേഹമായി വിളിച്ചിരിക്കുന്നത്. And this is the sole reason for which He are called. നന്ദിയുള്ളവരായിരിക്കണം. We must be a grateful people. ആ ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തിലേക്ക് പകരുവാൻ And in order to receive the peace of God, കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. we must believe in the Lord Jesus. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനം നൽകുന്നു. And through the Lord Jesus we receive that peace. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് രക്ഷ നൽകുന്നു. And through the Lord Jesus we receive salvation. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിടുതൽ നൽകുകയാണ്. And through Him we receive deliverance. എല്ലാത്തിലും വിടുതൽ പ്രാപിപ്പാൻ In order to receive deliverance from anything, ദൈവത്തിൽ നാം ആശ്രയിക്കുകയാണ്. we must put our trust in Him. അവരായി കാത്തിരിക്കുക. We must wait upon Him. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. Our Lord is working for them. സമാധാനത്തിനായി നാം കാത്തിരിക്കുക. We must wait for that peace of God. ആ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് And observing the commandments of God. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് And putting our trust in Him. നാം ദൈവത്തിനായി കാത്തിരിക്കുന്നുവെങ്കിൽ And if you wait upon Him, അവരുടെ ജീവിതത്തിൽ സമാധാനം പ്രാപിക്കുകയാണ്. they will be able to receive the peace of God. കർത്താവിന് സ്തോത്രം ചെയ്യും. Praise be to God. ആ കർത്താവിന് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. We must wait for the power of the Holy Ghost. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തതിന് ശേഷം After the Lord Jesus resurrected from the dead, താൻ സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് മുമ്പായി and before He ascended to heaven, ശിഷ്യഗണങ്ങളോട് പറയുണ്ടായി, He told His disciples, നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കണ്ടതായ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം.
Do not go away from here, but wait for the promise which you have heard of me. ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. You must wait for the promise of the Father. ആ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണം. You must wait for the Holy Spirit. ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, And when you receive that power, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, when the Holy Spirit comes upon you, നിങ്ങൾ ശക്തി പ്രാപിക്കുകയും you will receive power. ആ ശക്തി പ്രാപിച്ച ശേഷം And after you receive that power, ഭൂരറ്റത്തോളം അതിന്റെ സാക്ഷിയായി തീരണം. you shall be witnesses unto me even unto the ends of the earth. അതിനായി അവർ കാത്തിരുന്നു. And for that they waited. ആ 10ാം ദിവസം പരിശുദ്ധാത്മാവിന്റെ മേൽ ഇറങ്ങി വന്നു. And on the 10th day, the power of the Holy Spirit descended upon them. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം കാത്തിരുന്ന് പ്രാപിക്കണം. We must wait and receive the power of the Holy Spirit. ആ ശക്തി പ്രാപിക്കാത്ത ഒരു വ്യക്തി പോലും കർത്താവിന്റെ വരവിൽ പോകാൻ കഴിയില്ല. None of those people who do not receive this power will be caught up at the coming of the Lord. നമ്മുടെ ഈ താഴ്ചയുടെ ശരീരത്തിന്റെ മഹത്തുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ In order that our mortal bodies might be likened unto the glorious body, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. we need the power of the Holy Spirit. ആ ശക്തിയാണ് നമ്മൾ ഉയർപ്പിക്കുന്നത്. And it is this power which will make us to live again. പരിശുദ്ധാത്മാ ശക്തി പ്രാപിക്കാത്തവർക്ക് കർത്താവിനെ കാണുന്നത് കേൾക്കുമോ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. All those who have not received the power of the Spirit, when they hear the trumpet sound, they cannot be resurrected. കർത്താവിന്റെ സ്തോത്രം. Glory be to ഈ God. ശക്തിയാണ് നമ്മൾ ഉയർപ്പിക്കുന്നത്. It is this power which will make us to live again. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ചത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. It is this power of the Holy Spirit which made Christ to live again from the dead. അതേ ശക്തി നാവും പ്രാപിക്കണം. We must receive that same power. ആ ശക്തിയാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. It is this power which transforms us. ആത്മാവിൽ നിറഞ്ഞ നാം ദൈവത്തെ ആരാധിക്കുന്നതിനായി തീരണം. And therefore we ought to receive the power and we must worship God. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. The true worshippers of God, they will worship God in spirit and in truth. ആത്മാവിലും സത്യത്തിലും നാം ദൈവത്തെ ആരാധിക്കുന്നതിനായി തീരണം. We ought to worship God in spirit and in truth. അതുകൊണ്ടാണ് ദൈവമക്കൾ കടന്നു വരുമ്പോൾ ആരാധനയിൽ ദൈവത്തെ ആത്മാവിന്റെ ശക്തിയായി നാം ഇടം കൊടുക്കുന്നതിനായി തീരണം. And that's why we ought to give room in order that we might be filled with the Holy Spirit and worship the Lord in spirit and in truth. ഈ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രാപിക്കാനിടയായി തീരുകയാണ്. And through this Holy Spirit, we are able to receive the peace and joy. അതിനായി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. And blessed are those who wait upon Him. പരിശുദ്ധാത്മാവിനെ നാം കാത്തിരിക്കണം. We must wait for the Holy Spirit. രക്ഷയ്ക്കായി നാം We കാത്തിരിക്കണം. must wait for salvation. കൃപയ്ക്കായി നാം We കാത്തിരിക്കണം. must wait for grace. സമാധാനത്തിനായി നാം കാത്തിരിക്കണം. We must wait for peace. സൗഖ്യത്തിനായി നാം We കാത്തിരിക്കണം. must wait for health. കാത്തിരിക്കുന്നത് കൊണ്ട് പ്രവർത്തിക്കുന്ന ആ ദൈവമാണ് നമ്മുടെ ദൈവം. Our God is one who performs for those that wait upon Him. ആ ദൈവം നമുക്ക് ഇന്നും ജീവിക്കുന്നു. And that God is even living for us today. കർത്താവ് നമുക്ക് വീണ്ടും എത്രയോ വെളിപ്പെടാൻ പോകുകയാണ്. And our God is going to return back very soon for them. കാത്തിരിക്കുന്നത് ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. And all those that wait upon Him shall never be put to shame. കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. All those that wait upon Him shall never be put to shame. 25-ാം സംഘത്തിൽ 3-ാം വാക്യം വായിക്കുമ്പോൾ When we read Psalm 25 verse 3, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. കർത്താവിന്റെ സ്തോത്രം. praise be to God. നാം ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ So that we might not be put to shame, കർത്താവിനായി കാത്തിരിക്കുക. we must wait for Him. അവങ്ങളിലേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. All those that look upon Him shall never be put to shame. 24-ാം സംഘത്തിൽ 5-ാം വാക്യം വായിക്കുമ്പോൾ Psalm 34 verse 5, അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. they that looked upon Him were lightened, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. and their faces were not put to shame. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. Praise be to God. അവൻ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. All those that put their trust in Him shall never be put to shame. ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവർ ലജ്ജിച്ചു പോവുകയില്ല. All those that put their trust in Him shall never be put to shame. അയാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. Therefore we ought to put our trust in Him. ആ ദൈവത്തിന്റെ ജനം ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. His people, God will never allow His people to be put to shame. ദൈവത്തിന്റെ ജനം ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. God will never allow His people to be put to shame. യോവേൽ പ്രവചനം 2-ാം വാക്യം വായിക്കുമ്പോൾ Joel chapter 2 verse 24, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. my people shall never be put to shame. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയുമില്ല. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. My people shall never be put to shame. ആരാണ് ദൈവത്തിന്റെ ജനം? Who are His people? ദൈവത്തിന്റെ കൽപ്പനകളെ കേട്ട് പ്രമാണിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. All those who observe the commandments of God, they are His people. ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുമെന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുക. The Lord God says, if you will observe and do my commandments,
then you shall be my people, I will be your God. ഇരമ്യാപ്രവചനം 7-ാം അധ്യായം 23-ാം വാക്യം നാം വായിക്കുമ്പോൾ Jeremiah 7:23. എന്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ എന്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവർ ദൈവത്തിന്റെ ജനമാണ്, ദൈവം അവരുടെ ദൈവമാണ്. Obey my voice and I will be your God and ye shall be my people. ആ ദൈവം നമ്മൾ വസിക്കുകയാണ്. And we must dwell with God. ആ ദൈവത്തിൽ നാം ആശ്രയിക്കുകയാണ്. We must put our trust in him. ദൈവത്തിന്റെ ജനം എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കുകയാണ്. God's people will put that trust in God. ജനമേ എല്ലാ കാലത്തും അവരിൽ ആശ്രയിക്കുകയാണ്. Oh people, put your trust in God always. ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കുകയാണ്. The people of God must put their trust in God. ആ പണത്തിൽ ആശ്രയിക്കുന്നതായിരിക്കരുത്. We must never put our trust in money. ബലത്തിൽ ആശ്രയിക്കുന്നതായിരിക്കരുത്. Not in the strength. ആ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതായിരിക്കരുത്. Not put our trust in princes. ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കണം. But rather put our trust in the ആ Lord. ദൈവം ഒരാളും കൈവിടുകയില്ല. That God will never forsake us. അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. They that looked unto him were lightened. അവരുടെ മകൾ ലജ്ജിച്ചു പോയതുമില്ല. And their faces will not be put to shame. അവർ ലജ്ജിപ്പിക്കാതിരിക്കാനായി So that we might not be put to shame. അവരായി കാത്തിരിക്കുന്ന ഒരാൾ ലജ്ജിച്ചു പോകുകയില്ല. All those that waited upon him will never be put to shame. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Praise be to God. എവിടെ വരെയാണ് കാത്തിരിക്കേണ്ടത്? Till when should we wait? അവൻ നമ്മുടെ ദയ കാണിക്കുവോളം കാത്തിരിക്കണം. Until he shows us mercy, we must wait. ദൈവം നമ്മുടെ കണ്ണ കാണിക്കുവോളം കാത്തിരിക്കണം. Until he shows us mercy, we must wait. അങ്ങനെ സങ്കീർത്തനക്കാരൻ ഓർമ്മിക്കുന്നത്. And that's what the psalmist reminds us. ദാസന്റെ കൈ യജമാന്റെ കരുത്തിലേക്കും, And even as the eyes of the mistress are upon the ദാസന്റെ യജമാന്റെ കരുത്തിലേക്കും, and as the eyes of the servants are upon the eyes of the ദാസന്റെ master, യജമാന്റെ കരുത്തിലേക്കുന്ന പോലെ and as the eyes of the servants are upon the eyes of the mistress. ദയ കാണിക്കോളം ഞങ്ങളുടെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. Oh Lord, our eyes are beholding you until you show us mercy. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. We are waiting, our eyes are waiting upon our Lord until he shows us mercy. And such people our God will never forsake. Yes, our God, he is living for us. Praise be to God. Yes, he is a good God. He is a God who helps us. He makes all our works possible. He makes all the labor of our hands possible. We must obey the voice and commandments of God. When we read and meditate the word of God, God will bring to pass all the labor of our hands. And the Lord God told Joshua, and you shall observe the book of the law day and night, and you shall not depart from it, but rather meditate upon him day and night. Then shall they make their way prosperous, and thou shalt have good success. Joshua 1:8. If you meditate upon the word of God day and night, when you observe it and live accordingly, God will make our way prosperous. And in order to make our way prosperous, we must observe the commandments of God. And if you observe and do that which is pleasing unto him, he will make all our way prosperous. When we read Deuteronomy chapter 28 verse 8, ആകയാൽ നിങ്ങൾ ചെയ്തതൊക്കെയും സാധിക്കേണ്ടതിന് ഈ നിയമത്തിന്റെ വചനങ്ങളെ പ്രമാണിച്ചു നടപ്പിൻ. we must observe the commandments of God. When you observe the commandments of God, God will bring all our labor of our hands to pass. We will have good success. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. And that's why the psalmist he reminds us, walking not in the counsel of the ungodly, nor standing in the seat of the scornful, sitting in the seat of the
or scornful, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് but rather delighting in the law of the Lord രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. and meditating upon the law of the Lord day and night, such a man will be blessed. അവൻ ചെയ്യുന്നതൊക്കെ സാധ്യമാക്കത്തക്ക And whatsoever he doeth shall prosper. പ്രവർത്തികളെല്ലാം സാധ്യമാക്കി തരുന്ന ആ ദൈവമാണ് നമ്മുടെ ദൈവം. Our God will make prosperous in all that we do. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരുന്ന ആ ദൈവമാണ് നമ്മുടെ ദൈവം. He brings to pass all that is the desire of our hearts. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. He gives us the desire of our hearts. ആരുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്നത്? Whose heart's desire does God grant? യഹോവയിൽ ആശ്രയിക്കുന്നവരായിരിക്കുക. We must put our trust in Him. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം. We must trust in Him and do good. ദേശത്ത് പാർത്ത് വിശ്വസ്തരായിരിക്കും. And be faithful in that land. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളണം. And we must delight ourselves in the അവൻ Lord. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരും. And He shall give you the desires of your heart. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരും. He shall give you the desires of your heart. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരുവാനായി And such a God who grants the desires. യഹോവയിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. Trust in Him. യഹോവയിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. We must rejoice in Him. ദൈവത്തിന്റെ കൽപ്പനകളെ എപ്പോഴും പ്രമാണിക്കുന്നവരായിരിക്കണം. Observe the commandments of God. കർത്താവിന് സ്തോത്രം Praise be ചെയ്യുന്നു. to God. ആ ദൈവത്തിന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. We must pray unto that God. ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ When you pray unto that God, ദൈവമാണ് ആവശ്യമെല്ലാം നിറവേറ്റുന്ന സഹായിക്കുന്ന ആ ദൈവമാണ്. He grants us the need of our hearts. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്. When St. Paul writes to Philippians, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. be careful for nothing, എല്ലാത്തിനും നിങ്ങൾ ആവശ്യമായ സ്തോത്രത്തോട് ദൈവത്തിൽ അറിയിക്കത്രേ വേണ്ടത്. but rather make known your needs unto the Lord through praises and thanksgiving. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. Be careful for nothing, എല്ലാറ്റിനും നിങ്ങളുടെ ആവശ്യമായ സ്തോത്രത്തോട് ദൈവത്തിൽ അറിയിക്കണം. but in everything with thanksgiving let your request be made known unto God. എന്നാൽ സകല ബുദ്ധി കഴിയുന്നത് ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവിളെ ക്രിസ്തുയേശുവിൽ കാക്കും. And the peace of God which passeth all understanding shall keep your hearts and minds through Christ Jesus. അത് വേണ്ടവാക്യം വായിക്കുമ്പോൾ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിലൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. And in verse 19, but my God shall supply all your needs according to His riches in glory by Christ Jesus. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ Be careful for nothing. ആവശ്യമുള്ള സ്തോത്രത്തോട് ദൈവത്തിൽ അറിയിക്കുന്നെങ്കിൽ And if you make our request known to God through thanksgiving, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായി തീർത്തു തരുവാൻ ദൈവം ശക്തരാ ദൈവമാണ്. God is able to fulfill all the needs of our heart. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe it? ആ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്ന ആ ദൈവമാണ്. Yes, that God is alive for us even today. അത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന ദൈവമാണ്. He grants us the desire of our hearts. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. Praise be to നാം God. ചോദിക്കുന്നത് നിരന്തര ദൈവമാണ്. Our God grants us what we ask of Him. അവനെ പ്രസാദമുള്ള ചെയ്ത് അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവനെ പ്രസാദമുള്ള ചെയ്തെങ്കിൽ നീ ചോദിക്കുന്നത് തരുമെന്ന് ദൈവം തിരുവനന്തപുരത്തിരിക്കുന്നു. If we do that which is pleasing unto Him, then He will grant us what we desire, what we ask of Him. 1 യോഹന്നാൻ 3:22 വാക്യം നാം വായിക്കുമ്പോൾ 1 John chapter 1 verse 22, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് and observing His commandments, അവനെ പ്രസാദമുള്ള ചെയ്യുന്നുവെങ്കിൽ and doing that which is pleasing unto Him. നീ ചോദിക്കുന്നതിനെ തരുമെന്ന് എഴുതിയിരിക്കുകയാണ്. 1 John chapter 3 verse 22, whatsoever ask we shall receive of Him. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തതുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. എന്ത് യാചിച്ചാലും അവർക്ക് ലഭിക്കും. Whatsoever ye ask, ye shall receive. നാം എന്താണ് ചെയ്യേണ്ടത്? What must we do? അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യണം. We must keep His commandments and do that which is pleasing in His sight. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവമേ പകരുകയാണ്. When we do His commandments, all the blessings are showered upon us. ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, if in a family or in a personal man's personal life, if God has to shower His blessing upon him, എന്താണ് ചെയ്യേണ്ടത് എന്ന് യഹോവ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേലിനോട് അറിയിക്കുന്നതായി കാണാൻ കഴിയും. through Moses, God is making known to Israel what must they do. ആവർത്തന പുസ്തകം 28 വായിക്കുമ്പോൾ, And Deuteronomy chapter 28, ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? what must they do in order a man or a family should receive the blessings of God. അവിടെ ഒന്നാം വാക്യം മുതൽ 14 വാക്യം വരെ അനുഗ്രഹത്തിന് ഒരു നീണ്ട പട്ടിക നമുക്ക് കാണാൻ കഴിയുകയാണ്. We can read from verse 1 to 14 a long list of the blessings of God. ആ അനുഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ അനുഭവമാക്കുവാൻ അതിന്റെ ഒന്നാം വാക്യമാണ് ആവശ്യം പാലിക്കേണ്ടത്. But in order that these blessings might come upon them, we must do that which is asked of us in verse 1. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ
ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise be to God. അനുഗ്രഹത്തിന്റെ ഒരു നീണ്ട പട്ടിക അവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. I see a long list of the blessings of God. അത് അനുഭവമാക്കണമെങ്കിൽ In order to experience that, ദൈവത്തിന്റെ കൽപ്പനകൾ ശ്രദ്ധയോടെ കേൾക്കണം. we must diligently hearken to the voice of God. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കണം. We must diligently hearken to the commandments of God. അതുകൊണ്ടാണ് ആരാധന കടന്നു വരുമ്പോൾ That's why when you come to the worship, പിന്നെ ഉറങ്ങരുത്, do not sleep. കുരിയിരുന്ന് കാര്യം പറഞ്ഞിരിക്കരുത്, You should not bend down and talk one to the other. മൊബൈൽ എടുത്ത് You കളിച്ചോണ്ടിരിക്കരുത്. should not play with your mobile phones. അങ്ങനെ നാം അശ്രദ്ധരായിരിക്കുന്നെങ്കിൽ ദൈവ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല, ശാപം ഉണ്ടാകും. If you are careless in this regard, you cannot receive the blessings of God, but rather you will receive upon yourself the curse of God. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടു. Cursed is everyone that doeth the works of God with a lazy heart. 48 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. Jeremiah 48:10. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ When we come to the presence of God, ആരാധിക്കാൻ we must worship God with an upright heart. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, And that's why Psalmist says, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വപ്രകാരം me according to the magnitude of thy grace. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നേരെ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. I will worship you with fear. 5-ാം സംഘത്തിന് 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. That's what we read in Psalm 5:7. നിന്റെ ആലയത്തിലേക്ക് ചെന്ന് ഭക്തിയോടെ I ആരാധിക്കും. will worship with you with fear. അതുകൊണ്ടാണ് ദൈവത്തിന് ശ്രദ്ധയോടെ കേൾക്കുന്നവരായിരിക്കണം. That's why we ought to diligently hearken to the voice and commandments of God. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ പ്രമാണിച്ച് നടന്നാൽ And observe all that is written therein. അനുഗ്രഹിക്കപ്പെടാൻ Then you will be blessed. അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, You will be blessed when you come in. പുറത്ത് പോകുമ്പോൾ You will അനുഗ്രഹിക്കപ്പെടും. be blessed when you go out. നീ തൊടുന്ന എല്ലാത്തിലും അനുഗ്രഹം കൽപ്പിക്കും. And you will be blessed in everything that you do. ദേശത്തെ വാലല്ല തലയാക്കി തീർക്കും. I will make you the head and not tail in the land. ആക്ഷല്ല ഉയർച്ച പ്രാപിക്കും. You will not be brought low, but you shall be exalted. നിന്റെ ശത്രു നിന്റെ നേരെ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. Your enemy will come against you one way, but they will flee against you in 7 directions. ഈ അനുഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ അനുഭവമാക്കുവാൻ In order to make all these blessings and experiences in life, ശ്രദ്ധയോടെ കേട്ട് അതിലേക്ക് പ്രമാണിക്കുന്നവരായിരിക്കും. we must diligently hearken and observe all the commandments of God. ധ്യാനിക്കുന്നവരായിരിക്കും. And meditate upon the word of God day and night. അത് അനുസരിച്ച് നടക്കുന്നവരായിരിക്കും. And observe it and obey it day and night. അപ്പോൾ ദൈവമേ അനുഗ്രഹിക്കുന്നവരാ. Then our God will bless us. ദൈവ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. We are called in order that we might receive the blessings of God. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഓർമ്മിപ്പിക്കുന്നു, And that's why St. Peter, when he writes in his നിങ്ങൾ epistle, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരാകുമേ. because you have been called in order so that you might be blessed, you be a blessing. അനുഗ്രഹം അനുഭവിക്കാനായി വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് നാം. We are the people of God who are called to experience the blessings of God. ആ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കുന്നവരായി തീരുകയാണ്. We must experience the blessings of God and be a blessing to others. അവനെ സൗഖ്യമാക്കുന്നവനായ ദൈവമാണ്. Yes, our God is one who heals us. അവരുടെ അടുക്കളയിൽ ഒറ്റ രോഗികൾ പോലും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല. No sick one who has come unto him has never departed from his presence without being healed. നമ്മുടെ പാപത്തിൽ മാത്രമല്ല സകല രോഗത്തിനും മതിയായ ദൈവമാണ്. Our God is not only able to heal all our sins, but also to heal all our sicknesses also. ആ യഹോവയെ ആശ്രയിക്കുന്ന ദൈവം സഹായിക്കുന്ന ദൈവം ഇന്നും കൂടെയുണ്ട്. And today the God is there with us to deliver us and to help us, all those who put their trust in him. ആ ദൈവം നമ്മെ സഹായിക്കാൻ നമ്മോട് കൂടെയുണ്ട്. Yes, our God is with us to help us. ആ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നെങ്കിൽ, And if we put our trust in that ആ God, ദൈവത്തിലും ദൈവം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, and if we dwell in him and he will dwell in us, നാം ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ദൈവം സാധിപ്പിക്കുന്ന ദൈവമാണ്. whatsoever we desire or will, that will he grant unto us. കർത്താവായ യേശു ക്രിസ്തു പറയുകയുണ്ടായി, That's why Jesus said, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, if you dwell in me and I in you, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, if my word dwells in you and your word and I dwell in you, നിങ്ങൾ ഇച്ഛിക്കുന്നത് ഞാൻ ചെയ്തുതരും. whatsoever ye will, that will I give unto you. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം
7, 8 John 15, 7 and 8. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നോ അത് നിങ്ങൾക്ക് കിട്ടും. And whatsoever ye will, that it shall be done unto you. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുകയാണ്. Ye if ye abide in me and my words abide in you. വചനം നിങ്ങളിൽ വസിക്കുകയാണ്. My words should abide in you. നമ്മളിലും നാം ദൈവത്തിലും വസിക്കുന്നത് എപ്പോഴാണ്? When does we abide in God and when does God abide in us? ഒരു വ്യക്തി ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ അവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുകയാണ്. When we observe the commandments of God, we dwell in God and our God dwells in us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുകയാണ്. When we receive the power of the Holy Ghost, we dwell in God and our God dwells in us. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ആത്മാവ് നിറഞ്ഞ് നാം ദൈവത്തെ അപേക്ഷിക്കുമ്പോൾ നാം ആഗ്രഹിക കാര്യങ്ങൾ സാധിപ്പിക്കുന്ന ദൈവമാണ്. When we get filled in the power of the Holy Spirit and ask God for anything, that will be granted unto us. പരിശുദ്ധാത്മാവ് ശക്തിയാൽ നിറഞ്ഞ് നാം പ്രാർത്ഥിക്കുകയാണ്. We must pray being filled in the power of the Holy Spirit. പരിശുദ്ധാത്മാവ് ശക്തിയാൽ നിറഞ്ഞ് നാം ദൈവത്തെ ആരാധിക്കുകയാണ്. We must worship God being filled in the power of the Spirit. ആ ദിവ്യ ശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയൊക്കെ നമുക്ക് ദാനമായി നൽകുന്നു. And that power will grant us everything that is needful for our life and godliness. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി കൊടുക്കുന്ന ദൈവമാണ്. All those who worship God in spirit and in truth, our God will supply all their needs, that which is needful for their life and godliness. ദാനമായി കൊടുക്കുന്ന ദൈവമാണ്. Our God gives them freely. പത്രോസിന്റെ 1-3 വാക്യമ്പോൾ കാണാൻ കഴിയും. That's what we read in 1 Peter 1 verse 3. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവന്റെ ദിവ്യ ശക്തി and his mighty power, ജീവനും ഭക്തിക്ക് വേണ്ടിയൊക്കെ ദാനമായി നൽകുന്നു. and given us all things that pertain unto life and godliness. അതുകൊണ്ടാണ് ദൈവം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. And that's why we ought to worship God in spirit. ആത്മാവിൽ ദൈവത്തെ പ്രാർത്ഥിക്കണം. We must pray in the spirit. ആ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കണം. That's why we ought to pray being filled in the spirit. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ When we pray in the spirit, ആ ദിവ്യ ശക്തി നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കും. that divine power will grant us more than that we ask or even think. എഫേസ്യരുടെ ലേഖനം 3-20 വാക്യം വായിക്കുമ്പോൾ Ephesians chapter 3 verse 20. നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. Now unto him that is able to do exceeding abundantly above all that we ask or think, according to the power that worketh in us. നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ Abundantly above all that we ask or think. നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. It is possible to the power that worketh in us. അതുകൊണ്ടാണ് ദൈവങ്ങൾ ആത്മാവ് നിറഞ്ഞ ദൈവത്തെ ആരാധിക്കണം. That's why the people of God ought to be filled in the power and worship God. ദൈവങ്ങൾ ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. We ought to get filled in the power of the Spirit and pray. നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പ്രാർത്ഥിക്കണം. And bring unto us spiritual edification. യൂദായുടെ 20 വാക്യം വായിക്കുമ്പോൾ When we read Jude 20, നിങ്ങളോ പ്രിയമുള്ളവരെ O thou beloved, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി building up yourself with the most holy faith, നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തിയും and building up yourself, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയും praying in ചെയ്യണം. the Holy Ghost. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ When we get filled in the Holy Ghost and pray, നാം ചോദിക്കാത്ത കാര്യം കൂടെ ദൈവം നമുക്ക് സാധിപ്പിച്ചു തരും. God is giving unto us even that thing which we are not even asking. അതാ നിങ്ങൾ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. That's what is mentioned abundantly above all that we ask or think. That power that worketh in us, it is possible. ആ ശക്തിക്കായി കാത്തിരിക്കണം. We must wait for that power. ആ ശക്തി നാം പ്രാപിക്കണം. We must receive that power. ആ ശക്തി നമുക്ക് ജീവൻ ഭക്തിക്ക് വേണ്ടിയൊക്കെ ദാനമായി തരിക മാത്രമല്ല, It is not only giving us that which is pertaining to life and godliness. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുന്നു. It is also giving us peace and joy. അതാ ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, That's why it's mentioned the kingdom of God is not meat or drink. സമാധാന സന്തോഷവും. And it is peace and joy. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise be to the name of God. പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുമ്പോൾ When we get filled in the power of the Spirit, സന്തോഷവും സമാധാനവും we are able to receive the peace and joy of the Holy Spirit. അനുഭവം ഉണ്ടാവുകയാണ്. We are receiving the rest. ആ
ആകയാൽ എല്ലായ്പ്പോഴും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. Therefore, we ought to get worship in the Lord in the Spirit. അതിനായി നാം കാത്തിരിക്കണം. We must wait for that experience. തനിക്കായി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. Blessed are those that wait upon Him. തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവർക്ക് യഹോവ നല്ലവനായ ദൈവമാണ്. The Lord is good unto him that wait and seek for Him. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? For what must we wait? രക്ഷയ്ക്കായി We കാത്തിരിക്കണം. must wait for salvation. കൃപയ്ക്കായി We must കാത്തിരിക്കണം. wait for grace. സമാധാനത്തിനായി കാത്തിരിക്കണം. Wait for peace. സൗഖ്യത്തിനായി കാത്തിരിക്കണം. Wait for health. പരിശുദ്ധാത്മ ശക്തിക്കായി നാം Wait for കാത്തിരിക്കണം. the power of the Holy Spirit. ആ ശക്തിയെ നാം പ്രാപിച്ചുകൊണ്ട് And after receiving that power, കർത്താവിന്റെ വരവിനായി നാം ഒരുങ്ങുന്നവരായിരിക്കണം. we must get ready for the coming of the Lord. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു വെളിപ്പെടാൻ പോകുന്നത്. And God is going to appear very soon for those that are waiting for Him. ആർക്ക് വേണ്ടിയാണ് കർത്താവ് വെളിപ്പെടാൻ പോകുന്നത്? For whom will God appear? തനിക്കായി കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. And He will appear a second time for those who are waiting for Him for their salvation. 9-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ Hebrews 9 verse 28. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി രണ്ടാമതും പ്രത്യക്ഷനാകും. And He will appear a second time unto them that look for Him for the second time without sin unto salvation. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാണ്. The Lord is good unto him that wait upon Him, that seek for Him. യഹോവയെ അന്വേഷിക്കുന്നവരായിരിക്കണം. We must seek after God. യഹോവയെ എപ്പോഴാണ് അന്വേഷിക്കേണ്ടത്? When must we seek God? പ്രവാചകനായ യെശയ്യാ ഓർപ്പിക്കുന്നു, Isaiah, he reminds us, അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. seek Him while He is near. കണ്ടെത്താവുന്ന സമയത്ത് അവൻ അന്വേഷിക്കുക. Seek Him while He may be found. അവൻ അടുത്തിരിക്കുമ്പോൾ അവൻ അന്വേഷിക്കുക. Seek Him while He is near. കണ്ടെത്താവുന്ന സമയത്ത് അന്വേഷിക്കുകയാണ്. While He may be found, you seek for Him. എപ്പോഴാണ് അടുത്തിരിക്കുന്നത്? When is He near? നാം കൂടിയിരുമ്പോൾ ദൈവം മധ്യയുണ്ട്. When we are gathered like this, our God is in our midst. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യേ ഉണ്ട്. Where 2 or 3 are gathered in my name, I am there in their midst. നാം കൂടി വരുമ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കണം. When we gather together, we must seek God. ആരാധനയ്ക്കായി നാം കടന്നു വരുമ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കണം. We must seek God when we come together for worship. അപ്പോൾ അവനെ കണ്ടെത്താൻ കഴിയും. Then we can find Him. അവൻ അന്വേഷിക്കുന്നവർ കണ്ടെത്താൻ തീരും. And all those who seek Him, they will find Him. എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവരാ തീരും. We must always constantly seek for God. യെശയ്യാ 56-ാം വാക്യം നാം വായിക്കുമ്പോൾ When we read Isaiah 56 verse 8, അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. seek Him while He is near. കണ്ടെത്താവുന്ന സമയത്ത് അന്വേഷിക്കുക. Seek Him while He may be found. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise be to God. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് നാം അന്വേഷിക്കണം. Seek Him while He may be found. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. And when He is near, you call upon Him. അവൻ അടുത്തിരിക്കുന്നത് എപ്പോഴാണ്? When He is near, നാം കൂടിയിരുമ്പോൾ ദൈവം നമ്മുടെ മധ്യയുണ്ട്. when we are gathered together. അതുകൊണ്ട് ആരാധിക്കാൻ കടന്നു വരുമ്പോൾ മൗനമായിരിക്കരുത്. That's why be not silent when you come for worship. ദൈവത്തെ അന്വേഷിക്കുക. Seek Him. ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. God is looking for them that are seeking Him. ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ അന്വേഷിക്കാൻ ബുദ്ധിമാനുണ്ടോ? Is there any wise person who is seeking for me? God is looking. യഹോവയെ അന്വേഷിക്കാൻ ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗ്ഗത്തിൽ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. God is looking down from heaven to see if there is any wise man who is seeking after God. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ അടുക്കളയിൽ കടന്നു വരുന്ന ദൈവമാണ്. When we seek after Him, He will come very nigh unto us. ആ കർത്താവ് നമ്മുടെ അടുക്കളയിൽ കടന്നു വരുമ്പോൾ നാം ദൈവത്തിൽ വിളിച്ചപേക്ഷിക്കണം. And when He comes nigh, we must call upon Him. നമ്മുടെ കാര്യങ്ങൾ നാം ദൈവത്തിൽ പറയണം. We must make known our petitions unto Him. ആവശ്യം ദൈവത്തിൽ പറയുമ്പോൾ ദൈവം നമുക്ക് എല്ലാം നിറവേറ്റുന്ന ദൈവമാണ്. And when we make known our needs unto Him, He will grant us what we need. ആരാധനയ്ക്കായി നാം കടന്നു വരുമ്പോൾ When we come to worship, ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുന്നവരായിരിക്കണം. we must seek after Him. അവനെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്താൻ ഇടയായിത്തീരും. And when we seek after Him, He will be found. കർത്താവ് സ്തോത്രം ചെയ്യും. Praise be to God. പ്രവാചകനായ യെരമ്യാ ഇപ്രകാരം ഓർപ്പിക്കുന്നു. And Jeremiah, he reminds us, 29-ാം വാക്യം, 29 verse 13. പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുന്നവർ കണ്ടെത്തും. If you seek Him with a whole heart, നിങ്ങൾ എന്നെ അന്വേഷിക്കും. you will seek me, പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുന്നവർ കണ്ടെത്തും. and you shall search for me with all your heart. കർത്താവ് സഹായിച്ച് നിങ്ങൾ എന്നെ അന്വേഷിക്കും,
പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise be to God. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക. We must search for him with the whole heart. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. When he is near, you call upon him. അപ്പോൾ ദൈവത്തെ സഹായിക്കുന്ന ദൈവമാണ്. Yes, that time he will deliver you. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക. Search for him with all your heart. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ That's why when you come to worship him, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണമായിരിക്കുന്നത്. that's why we ought to serve and love God with all your heart, with all your soul, with all your mind, and with all your strength. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക. With all your heart, search for him. കർത്താവിന് സ്തോത്രം Praise ചെയ്യുന്നു. be to God. ദൈവസ്നേഹത്താൽ നിറഞ്ഞ നാം ദൈവത്തെ അന്വേഷിക്കുക. Search for him, loving him. അഥവാ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നാം ദൈവത്തെ അന്വേഷിക്കുക. Or in other words, obeying his commandments, search for him. ദൈവത്തിന് അനുസരിക്കാതെ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്തുകയില്ല. If we search for God without obeying his commandments, you cannot find him. സദൃശവാക്യം 8-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ Proverbs 8 verse 17. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. I love them that love me. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. All those who seek for me diligently, they shall find me. ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ കണ്ടെത്തും. Those that seek for God diligently, they shall find him. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. I love them that love me. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. And those that seek me early shall find me. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജാഗ്രതയോടെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയും. Loving and seeking after God diligently, they shall find him. ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ജാഗ്രത അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. Without loving God and not seeking after God diligently, they cannot find him. അതാ സദൃശവാക്യം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ That's why Proverbs 1:28, അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുക കണ്ടെത്തുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. that's what is mentioned, they shall seek me early, but they shall not find me. ഒരു കൂട്ടരെ കുറിച്ച് പറയുന്ന അവർ ജാഗ്രത കണ്ടെത്തുക എന്നെ അന്വേഷിക്കുക കണ്ടെത്തും. About one group of people it is mentioned, they will seek me early, they will find me. വേറൊരു കൂട്ടർ ജാഗ്രത അന്വേഷിക്കുന്നത് എന്നെ കണ്ടെത്തുകയില്ല. But the other group of people, they will seek me early, they cannot find me. ഇത് നമ്മുടെ വ്യത്യാസം എന്താണ്? What is the difference? കണ്ടെത്തുന്നവരാണ് ആരാണ്? And who are the people who will find him? എന്നെ സ്നേഹിക്കുന്നവർ, Because they love him, എന്റെ കൽപ്പന പ്രമാണിക്കുന്നവർ, because they observe his commandments. അവരുടെ നിലവിളി ഞാൻ കേൾക്കും. Their cry will I hear. എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കാതിരുന്നാൽ But if you not observe what I tell you, അവർ പറഞ്ഞാൽ ഞാൻ കേൾക്കുകയില്ല. what they tell me, I will also not hear. അതാ സദൃശവാക്യം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ That's why Proverbs 1:28, അവർ ജാഗ്രതയോടെ അന്വേഷിക്കുക എന്നെ കണ്ടെത്തുകയില്ല. they will seek me early, but they shall not find me. അവരുടെ വിശേഷത എന്താണ്? What is the speciality? 24-ാം വാക്യത്തിൽ In verse 24, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചന ഒക്കെയും തിരിച്ചു കളയുകയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് കർത്താവിന് സ്തോത്രം. praise be to God. ഞാൻ വിളിച്ചത് നിങ്ങൾ കേൾക്കാതിരുന്നാൽ Because I called and you did not answer. നിങ്ങൾ വിളിച്ചാൽ ഞാൻ കേൾക്കുകയില്ല. And when you call, I will also not answer. ജാഗ്രത അന്വേഷിക്കും എന്നെ കണ്ടെത്തുകയില്ല. And you will seek me early, you shall not find me. ആകയാൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് But loving God, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് observing his commandments, പരിശുദ്ധാംശത്താൽ നിറഞ്ഞ and being filled with the നാം Spirit. ദൈവത്തോട് അപേക്ഷിക്കുന്നവരാ If you ask of God early, അവരുടെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. such God will never leave them. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് നമുക്ക് വരികയില്ല. No good thing will you withhold unto them that seek after God. തന്നെ കാത്തിരിക്കുന്നവർക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് യഹോവ നല്ലവനായ ദൈവമാണ്. The Lord is good unto him that seek after him, that wait for him. യഹോവയെ കാത്തിരിക്കുന്നവർക്ക് അവരെ കണ്ടെത്താൻ കഴിയും. And all those who seek after him, they shall find him. യഹോവയെ അന്വേഷിക്കുന്നവർ കണ്ടെത്താൻ തീരും. All those who seek after him, they shall find him. ആ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നവരായിരിക്കണം. Shall we put our trust in him? ആ ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ And when we join ourselves unto him, ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. our God will help us abundantly. ആ സർവശക്തിയിലേക്ക് തിരിയാൻ നീ അഭിവൃദ്ധി പ്രാപിക്കും. And when you turn into the Most High, you will be blessed. സർവശക്തിയിലേക്ക് നീ തിരിയാൻ നീ അഭിവൃദ്ധി If പ്രാപിക്കും. you turn to the Almighty, you will be prosperous. നീതികേടിന്റെ കൂടാരത്തിൽ അകറ്റിക്കളയും. And you will receive unrighteousness away from your house. നീ അവനോട് പ്രാർത്ഥിക്കും. You will pray unto him. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. He will hearken into your നീ prayers. ഒരു കാര്യം നിരൂപിക്കും. And one thing you will imagine, അത് നിനക്ക് സാധ്യമാക്കും. and that will come to pass. യോഹന്നാൻ പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും. Job 22:23. സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് 28-ാം വാക്യം വായിക്കുമ്പോൾ നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. കർത്താവിന് സ്തോത്രം. Praise be to God. നീ അവരുടെ പ്രാർത്ഥിക്കും, അവരുടെ പ്രാർത്ഥന കേൾക്കും. When you pray unto him, he will hearken to your prayers. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്
trusting in Him, ദൈവത്തോട് പറ്റിയിരിക്കുന്നുവെങ്കിൽ if you will cling unto God, അവൻ സഹായിക്കുന്ന ആ ദൈവമാണ്. He is a God who will help us. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കും. God's hand is for them that seek after Him. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കും. The hand of God is for them that seek after Him. എസ്രായുടെ പുസ്തകം 8-22 വാക്യം വായിക്കുമ്പോൾ Ezra 8:23, ദൈവത്തിന്റെ കരം അവനെ ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലവും അവനെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. the hand of God is for them that seek after Him. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞു. അവനെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കും. The hand of our God is upon them for good that seek after Him. അവനെ അന്വേഷിക്കുന്ന യഹോവ നല്ലവനായ ദൈവമാണ്. He is good unto them that seek after Him. അവനെ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്ക് കുറവരികയില്ല. And no good thing will He withhold from them that seek after Him. അവനെ അന്വേഷിക്കുന്നവർ ഒരാൾ ലജ്ജിച്ചു പോകയില്ല. All those who seek after Him will never be put to shame. അവനെ അന്വേഷിക്കുന്ന ഒരാൾ നാണിച്ചു പോകയില്ല. And they will never be brought low. 69 സങ്കീർത്തനം 6 വാക്യം വായിക്കുമ്പോൾ Psalm 69 verse 6. സൈന്യങ്ങളെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ചു പോകരുത്. യഹോവയെ അന്വേഷിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. All those who seek after Him will never be confounded. യഹോവയെ അന്വേഷിക്കുന്നവർ നാണിച്ചു പോകയില്ല. They will never be put to shame. ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കും. The hand of God is for them that seek after Him. യഹോവയെ അന്വേഷിക്കുന്നവർ അവന് അഭിവൃദ്ധി ഉണ്ടാകും. And they will be prosperous. യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം എപ്പോഴും സന്തോഷിക്കും. And all those who seek after God, their heart will always be rejoicing. യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം എപ്പോഴും എന്ത് ചെയ്യും? സന്തോഷിക്കും. The heart will always be rejoicing. Those who seek after Him. 105 സങ്കീർത്തനം 3 വാക്യം വായിക്കുമ്പോൾ Psalm 105 verse 3. യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം സന്തോഷിക്കും. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. Praise be to God. തന്നെ കാത്തിരിക്കുകയും തന്നെ അന്വേഷിക്കുകയും യഹോവ നല്ലവനായ ദൈവമാണ്. And that's why the Lord is good unto him that seek for Him, that wait for Him. യഹോവയെ അന്വേഷിക്കുന്നവരുടെ വിശേഷത അവർ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. And all those who seek after God, they will always be praising Him. ദൈവത്തെ സ്തുതിക്കാത്തവർ ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല. Those who cannot praise God are not the ones who cannot seek God. 22 സങ്കീർത്തനം 26 വാക്യം വായിക്കുമ്പോൾ Psalm 22 verse 26. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. All those who seek Him, they will praise Him. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. Praise be to God. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും. We must always be praising God. ദൈവത്തിൽ We സന്തോഷിക്കുന്നവരായിരിക്കും. must rejoice in Him. ദൈവത്തിൽ We ആശ്രയിക്കുന്നവരായിരിക്കും. must trust in Him. അവരോട് ദൈവത്തിന് കരം അനുകൂലമായിരിക്കും. For them the hand of God is for them. അവരോട് ദൈവം നല്ലവനായ ദൈവമാണ്. Unto them the Lord is very good. കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവർക്ക് യഹോവ The നല്ലവനാണ്. Lord is good unto them that wait for Him, that seek for Him. അവനെ അന്വേഷിക്കുന്നവരാ തീരണം. We must seek for Him. എന്താണ് അന്വേഷിക്കേണ്ടത്? What must we seek? കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. Once the Lord Jesus told His disciples. മത്തായി സുവിശേഷം 6-33 വാക്യം വായിക്കുമ്പോൾ And Matthew chapter 6 verse 33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise be to God. എന്ത് തിന്നും, What shall we eat? എന്ത് കുടിക്കും, What shall we drink? എന്ത് ഉടുക്കും What shall we wear? എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. Do not be careful for such things. 30 വാക്യം അങ്ങനെ ഇരിക്കുന്നത്. And as it is written there, ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ 31 ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ ഈ അന്വേഷിക്കുന്നു. വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. എല്ലാ സ്വർഗ്ഗസ്ഥനായ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു. for your heavenly Father knoweth you have need of all these things. മുമ്പേ അവൻ രാജ്യത്തെ അന്വേഷിക്കും. But you seek first the kingdom of God and its righteousness. മുമ്പേ അവൻ രാജ്യവും നീതി അന്വേഷിക്കും. But seek ye first the kingdom of God and His righteousness, അതോടുകൂടി എല്ലാവർക്കും കിട്ടും. and all these things shall be added unto you. എപ്പോഴും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. That's why we ought to seek after God and the kingdom of God. ഈ ലോകത്തിൽ കാണുന്നതൊക്കെ നശിച്ചു പോകുന്ന All these things seen in this earth will pass away, ഒരു രാജ്യത്തിന് നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. and all the nations of the earth are going to be passed away. കൃത്യമായ ഭവനകർത്താവ് നമുക്കായി ഒരുക്കുന്നുണ്ട്. But an eternal habitation is being prepared for us by അതിനുവേണ്ടി God. ഒരുങ്ങുന്നവരായിരിക്കണം. We must wait for that മുമ്പേ habitation. അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. Seek after the kingdom of God and His righteousness. അതോടുകൂടി ഇതെല്ലാം നമുക്ക് തരും. Then all these things shall be added unto you. എന്ത് തിന്നും,
What shall we eat? എന്ത് കുടിക്കും, What shall we drink? എന്ത് ഉടുക്കും What shall we wear? എന്ന് വിചാരപ്പെടേണ്ട. Do not be careful for such അപ്പോഴേ things. രാജ്യവും നീതി അന്വേഷിക്കുക. But rather seek after the kingdom of God and His righteousness, ദൈവത്തെ നാം ഭയത്തോടെ ആരാധിക്കാനായിരിക്കണം. and fearfully worship God. ഭക്തിയോടെ ആരാധിക്കാനായിരിക്കണം. Fearfully worship God. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ആ ദൈവമാണ്. And God grants the petitions of them that fear Him. തന്നെ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ആ ദൈവമാണ്. God grants the need of them that seek after Him. അവർക്ക് വേണ്ടി കരുതുന്ന ആ ദൈവമാണ്. Our God cares for them. ആകയാൽ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. Therefore, seek after the kingdom of God and its righteousness. അവിടേക്ക് പോകാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. And God has chosen you so that you might go there. കർത്താവ് നമുക്ക് ആ ഒരു നിത്യമായ ഭവനം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. Yes, our God has gone to prepare an eternal habitation for us. യേശു പറഞ്ഞു, Jesus said, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. let not your heart be troubled. എന്നിൽ വിശ്വസിപ്പീൻ. Believe in me. ദൈവത്തിൽ വിശ്വസിപ്പീൻ. Believe also in God. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. In my Father's house there are many ഇല്ലെങ്കിൽ mansions. ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. Else I would have told you. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. Yet I go to prepare a place for you. ഒരു സ്ഥലം ഒരുക്കിയാൽ And after I prepare that place for ഞാൻ you, ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് so that you might also be where I am. പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. I will come again and gather you unto myself. ആ രാജ്യത്തിന് വേണ്ടി നാം ഒരുങ്ങുന്നവരായിരിക്കണം. We must get ourselves ready for that kingdom. അതിനെ നാം അന്വേഷിക്കുന്നവരായിരിക്കണം. We must seek for that kingdom. അതിനെ നാം We ചിന്തിക്കുന്നവരായിരിക്കണം. must think for that kingdom. അവർക്ക് മാത്രമേ കർത്താവിന്റെ രാജ്യത്തിന് അവകാശം പ്രാപിക്കാൻ കഴിയുള്ളൂ. Only such can get an inheritance in the kingdom of God. അന്വേഷിക്കുക ഏതാണ്? What must we seek after? ഈ ലോകത്തിലുള്ളതല്ല അന്വേഷിക്കേണ്ടത്. Not the things of this world. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നു, And that's why St. Paul writes in his epistle, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. seek for the things to come. ഈ ലോകത്തിൽ കാണുന്നതല്ല നാം അന്വേഷിക്കേണ്ടത്. Not for the things of this earth. വരുവാനുള്ളതത്രേ അന്വേഷിക്കുന്നത്. Seek for the things to come. എബ്രായർ ലേഖനം 13-14 വാക്യം നാം വായിക്കുമ്പോൾ Hebrews 13:14. എബ്രായർ 13 ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. But we seek one to come. നാം അന്വേഷിക്കുന്നതാണ് What are we seeking after? നമുക്കായി ഒരുക്കുന്നതായ രാജ്യത്തിൽ പോകുവാൻ. We are seeking for that land, for the kingdom which God is preparing for us. അതിനായി കാത്തിരിക്കണം. For that we are waiting. അതിനെ അന്വേഷിക്കണം. We must seek for that. നമുക്ക് അന്വേഷിക്കാനുള്ളതും കാത്തിരിക്കാനുള്ളതും അതൊന്നും മാത്രമാണ്. That is the only thing for which we must seek and wait for. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകുന്നു. The Lord is good unto them that seek for Him, that wait for Him. എന്താണ് കാത്തിരിക്കുന്നത്? What are we waiting for? തന്നെ വരവിനായി We are കാത്തിരിക്കുന്നു. waiting for the coming of God. ക്രിസ്തു ദൈവത്തിൽ വലത്തുവാതിരിക്കുന്നവ ഉയരത്തിലുള്ളതിനായി നാം കാത്തിരിക്കുന്നു. We are waiting for the things on high from which God is going to descend. ആ അന്വേഷിക്കുക അതാണ്. We must seek after those things. കൊലോസ്യർ 3-2 വാക്യം വായിക്കുമ്പോൾ When we read Colossians chapter 3:2, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുവാതിരിക്കുന്നതായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. seek for the things which are above, where Christ is seated on the right hand of God. ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. Seek for those things. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ When Christ, who is our life, shall appear, നിങ്ങളും അവനോട് തേജസ്സിൽ വെളിപ്പെടും. then shall you also appear with Him in glory. ആരാണ് Who? ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവർ? Only those who are setting their affections on things above. ചിന്തിക്കുന്നവർ, Only those who are seeking for the things above. അവനായി കാത്തിരിക്കുന്നവർ. Only those who are waiting for Him. അവനായി നാം കാത്തിരിക്കണം. We must wait for God. തന്നെ കാത്തിരിക്കുന്നവർക്കും All those who are waiting for Him, തന്നെ all അന്വേഷിക്കുന്നവർക്കും those who are seeking for Him, യഹോവ നല്ലവനാണ്. God is good. അവർക്ക് ആ നിത്യമായ ഭവനം God is ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. preparing eternal habitation for them. ആ പുതിയ യെരൂശലേമിലും സിയോനിലും And for the new Jerusalem and Zion, നാം എത്തേണ്ടതിനായി so that we might reach there. അതിനെ മാത്രം അന്വേഷിക്കുകയായിരിക്കണം. Seek for those things only. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിൽ അന്വേഷിക്കുകയും Seek for things which are above, where Christ is seated on the right hand of God. അതാണ് പുതിയ യെരൂശലേമും സിയോനും. That is New Jerusalem and Zion. അതാണ് വരുവാനുള്ളത്. That is the thing to come. അതിന് വരുവാൻ പോകുകയാണ്. And that is going to come very soon. നാം പ്രാപിപ്പാൻ We are പോകുകയാണ്. going to receive it very soon. അതാണ് That's അന്വേഷിക്കുന്നവരായിരിക്കണം. why we must seek after it. അതിനാൽ എന്താണ് ചെയ്യേണ്ടത്? What must we do? ദൈവത്തിന്റെ വചനപ്രകാരം നാം അതിനെ ഒരുക്കി കാത്തിരിക്കണം. We must get ourselves ready according to the word of God and wait for it. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായത് And once Christ appeared once, എന്തിനു വേണ്ടിയാണ്? for what? മനുഷ്യനെ അവന്റെ പാപത്തിൽ വിടുവിച്ച് In order to deliver man from their sin. അവനെ നീതിമാനും വിശുദ്ധന്മാരും ആക്കുവാനായി ഒരിക്കൽ പ്രത്യക്ഷനായി. He appeared once to make them righteous and holy. ഇനി രണ്ടാമത് പ്രത്യക്ഷമാകാൻ പോകുന്നതിന് വേണ്ടിയാണ്. Secondly, for what is he appearing? നീതിമാന്മാരായ വിശുദ്ധന്മാരായി തീർന്നവർ And all those who are made righteous and holy, പാപം കൂടാതെ കർത്താവിനായി കാത്തിരിക്കണം. all those who are waiting for him without sin. അങ്ങനെ പാപം കൂടാതെ എനിക്കായി
കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. He is going to appear for them a second time, all those who are waiting for him without sin unto salvation. എബ്രായർ 9:28 അങ്ങനെ എഴുതിയിരിക്കുന്നത്. And that's what we read in Hebrews 9:28. പാപം കൂടാതെ തനിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി All those who are waiting for him without sin. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. പാപം കൂടാതെ ദൈവത്തിന് പാപമില്ല, യേശുവിന് പാപമില്ല. പാപത്തിൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം പാപം കൂടാതെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നുവെങ്കിൽ ആ പാപം കൂടാതെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യേശു രണ്ടാമത് വെളിപ്പെടുത്തും. Jesus has no sin. God is not doing it in sin. But the people who have been delivered for sin, if they keep themselves without sin, for them and waiting for him, for such people, God is going to appear a second time. അതിനുവേണ്ടി ഒരിക്കലും വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ക്ഷമിച്ച് നമ്മെ വിശുദ്ധീകരിച്ച് നീതിമാന്മാരായി വിശുദ്ധന്മാരാക്കി തീർച്ചു. And for that, God delivered us from sin. He made us holy. He made us righteous. ദൈവം നമ്മെ വിശുദ്ധന്മാരും നീതിമാന്മാരും ആക്കി തീർത്തിരിക്കുകയാണ്. And God has made us righteous and holy. വിളിക്കുന്ന നീതിമാന്മാരും വിശുദ്ധന്മാരും ചേർന്ന് അല്ലേലൂയ വിളിക്കാമോ? കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനം. And we have been redeemed by the blood of Jesus. കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം. The people of God who are redeemed by the blood of Jesus. ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. We are a holy people. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:19 വായിക്കുമ്പോൾ, That's why when you read Ephesians chapter 2 verse 19. ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, Now you are no more strangers and foreigners. വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. You are fellow citizens with the saints and in the household of God. വിശുദ്ധന്മാരും സഹപൗരന്മാരായി And we are fellow citizens with the saints. ദൈവത്തിന്റെ ഭവനക്കാരാ നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. You are made the household of God. ആ വിശുദ്ധന്മാരെ ചേർക്കുവാനായി And to gather such saints. തനിക്കായി പാപം കൂടാതെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി And for them who are waiting for him without sin. God is going to appear for them a second time without sin very soon. ആകാംക്ഷയോടെ കാത്തിരിക്കണം. You must wait for him ardently. സൃഷ്ടികൾ പോലും കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. Even all the creation are waiting for God ardently. ലോകത്തിൽ കാണുന്ന സകല സൃഷ്ടികളും, All the creations of this world. ആനയും കടുവയും And all the elephants and bears. പുലിയും സുഖവും, Even the tigers and lions. സകല സൃഷ്ടികളും All creation. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി, For the appearing of God. കർത്താവിന്റെ വിശുദ്ധന്മാരുമായി വെളിപ്പെടുന്നതായ ദിവസത്തിനായി For the day when God shall appear with his saints. ആകാംക്ഷയോടെ We കാത്തിരിക്കുന്നു are എന്ന് waiting for it ardently. റോമാലേഖനം 8:19 വായിക്കുമ്പോൾ കാണാൻ കഴിയും. When we read Romans 8:19, we can see that. സകല സൃഷ്ടികളും All the creation. കർത്താവിനെ കാത്തിരിക്കുകയാണ്. They are expecting for the return of the നമ്മൾ എത്ര creation. പേർ കർത്താവിനായി കാത്തിരിക്കുന്നു? How many of us are waiting for him? സകല സൃഷ്ടികളും All the creation. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി They are waiting for the Lord. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. They are earnestly expecting for him. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. They are earnestly expecting the return. ദൈവത്തിന്മാർ വെളിപ്പെടുമ്പോൾ And when the sons of God shall appear, ഈ ശാപമെല്ലാം മാറ്റപ്പെടും. all this curse shall be removed. കർത്താവിന്റെ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും. And Lord shall reign with his saints for 1000 years. അപ്പോൾ യാതൊരു ദോഷമോ ആർക്കും ദോഷമോ ഒന്നും ചെയ്യാൻ കഴിയില്ല. No one can do evil then. ചെന്നായ കുഞ്ഞാട് ഒന്നായി പാർക്കും. The wolf and the lamb shall dwell together. സിംഹം കാള പോലെ ഉള്ളി തിന്നും. And even the lion shall eat the grass like the lamb. ഒന്നിച്ച് പാർക്കുന്ന ഓരോ സമയം വരുവാൻ പോകുകയാണ്. And there's going to come a time when all shall dwell in peace. 1000 വാറ്റുകൾ സംഭവിക്കാൻ പോകുകയാണ്. And this is going to happen during the 1000-year reign. വരവിന് ശേഷം After the coming of the Lord, 1000 ആണ്ട് വാറ്റുകൾ നടക്കാൻ പോകുന്നു. there's going to be a millennial reign. അതിനുവേണ്ടി സൃഷ്ടികൾ പോലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. For that millennial reign, even the creation is waiting expectantly. അതിനുവേണ്ടി ദൈവത്തിന്റെ സഭയായിരിക്കും നാം. And we who are the church of God, നമ്മെ ഒരുക്കി കാത്തിരിക്കണം. we must wait and we must wait for that. ശരിയായ ഒരുക്കി കാത്തിരിക്കുന്ന വിശുദ്ധ സഭയ്ക്ക് വേണ്ടി And we must prepare ourselves and wait for him. As a കർത്താവായ church. യേശുക്രിസ്തുവിനെ വെളിപ്പെടുവാൻ The പോകുകയാണ്. Lord is going to appear very soon. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി The Lord for those who are seeking for കർത്താവ് him. ഒരുക്കിയ ശരീരത്തിൽ വെളിപ്പെടുവാൻ The പോകുകയാണ്. Lord is going to appear very soon after preparing for them a place. And all those who are waiting for him,
ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാൻ ലോകത്തിൽ ദൈവം അനുഗ്രഹം ഒരുക്കിയിരിക്കുകയാണ്. Not only in this world but also in the world to come, the blessings are prepared. അതിനെ കാത്തിരിക്കുന്നവരും അന്വേഷിക്കുന്നവർക്ക് വേണ്ടി And all those who are waiting for him, നിത്യമായ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. he is making for them eternal ആ habitation. സ്ഥലം ഒരുക്കിയ ശേഷം And after preparing them a place, വെളിപ്പെടാൻ പോകുകയാണ്. to appear very soon. ആ വരുവാനത്തിനെ നാം കാത്തിരിക്കുന്നത്. We are waiting for things to come. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. We have no continuing city here. കാണുകയൊക്കെ നശിച്ചു പോകുക. Everything in this world is fleeting away. നിലനിൽക്കുന്ന നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. But there is a lasting city being prepared for us. പുതിയ സിയോനും That is New Jerusalem and Zion. ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God is preparing for us. അവിടേക്ക് നമ്മെ ചേർക്കുവാനായി And to gather us there. കർത്താവായ യേശുക്രിസ്തു എത്ര വേഗം വെളിപ്പെടാൻ പോകുകയാണ്. He is going to appear very soon. എത്ര പേരായി ഒരുങ്ങുന്നുണ്ട്? How many of you are getting ready for that? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. He came almost 2000 years before. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. And he said, behold, I come quickly. അന്നുണ്ടായിരുന്ന വിശ്വാസികളും അന്നുണ്ടായിരുന്ന സുവിശേഷകരും അപ്പോസ്തലന്മാരും എല്ലാവരും അവർ മരിക്കുന്നതിന് മുമ്പേ കർത്താവ് വരും എന്ന് പ്രത്യാശയോടെ കാത്തിരുന്നവരാണ്. All the apostles and saints, they thought God will appear for them even before they die. അവർ മരിക്കുന്നതിന് മുമ്പേ കർത്താവ് വരുമെന്ന് അവർ പ്രത്യാശയോടെ കാത്തിരുന്നു. They waited with hope, but expecting that the Lord will return even before they die. അന്നുണ്ടായിരുന്ന വിശ്വാസികൾ അന്നുണ്ടായിരുന്ന ആ ശുശ്രൂഷ അപ്പോസ്തലന്മാരും അതേ പ്രത്യാശ ജീവിച്ചവരാണ്. Even the believers and all the apostles, they believed with such hope then. അവർ മരിക്കുന്നതിന് മുമ്പേ കർത്താവ് വരും. Before they die, God will return. പക്ഷെ അവർ മരിച്ചു, കർത്താവ് വന്നതില്ല. They died, God did not return. അതുകൊണ്ട് അവർ നശിച്ചു പോയിട്ടില്ല. അവർ കർത്താവിന്റെ മുമ്പേ കാണപ്പെടും. But they did not perish away. They will be found before the coming of the Lord. കർത്താവിന്റെ ഒരുനായ ആകാംക്ഷയോടെ കാത്തിരുന്നു. They waited expectantly for the coming of the Lord. അവർ മരിച്ചു. They died. കർത്താവ് വരുമ്പോൾ അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. When Lord returned, they will rise up first. ആ പ്രത്യാശയോടെ അന്ന് ജീവിച്ചതായ എല്ലാ വിശ്വാസികളും ദൈവമക്കളും സുവിശേഷകരെല്ലാവരും കർത്താവിന്റെ കാരണത്തിരിക്കുമ്പോൾ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. And all the saints of God, the believers, the servants of God who waited expectantly for that, they will rise up first. അവർ മരിക്കുന്നതിന് മുമ്പേ കർത്താവ് വരുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. But their faith was that Jesus will return even before they die. അങ്ങനെയല്ലോ. 4:4 വായിച്ചു നോക്കുക. 1 Thessalonians 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അപ്പോൾ നമ്മൾ മരിക്കുകയില്ല, ജീവിക്കും. And then future life, meaning to say that we will not die. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം, Then we who are alive, അപ്പോസ്തലൻ പൗലോസ് ഉൾപ്പെടെ, meaning including Saint Paul himself. അപ്പോസ്തലന്മാർക്കുള്ള വിശ്വാസം ജീവനോടിരിക്കും. അതിന് ആ ജീവനോടിരിക്കുമ്പോൾ കർത്താവ് വരും. So they believe that Saint Paul and all the apostles, while they are alive itself, Jesus will return. മരിച്ച ഉയർത്തെഴുന്നേൽക്കും. And all the dead in Christ shall rise first. ഇവരെല്ലാം രൂപാന്തരം പ്രാപിക്കും. And we will be transformed. ആ പ്രത്യാശയോടെ ജീവിച്ചവരാണ്. So they lived with such hope. അവരുടെ മരണത്തിന് മുമ്പേ കർത്താവ് വരും. They expected Jesus to return even before they died. 1:15 വായിച്ചു നോക്കുക. We read 1 Corinthians 15. അത് 52 വാക്യം. 15:15. ഞാനൊരു മർമ്മങ്ങളോട് പറയാം, ഞാനൊരു നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തിൽ പെട്ടെന്ന് ഇമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. Meaning to say that we will not die, but we shall be changed. അന്നുണ്ടായ അപ്പോസ്തലന്മാരുടെ വിശ്വാസം അതായിരുന്നു. This was the faith of the apostles then. നാം മരിക്കുന്നതിനുമുമ്പേ കർത്താവ് വരും. Jesus will return even before we die. ജീവിച്ചവരായ അന്നുണ്ടായ വിശുദ്ധന്മാർ, And the saints of God, they lived with this faith. അന്നുണ്ടായ വിശ്വാസികളിൽ ആ പ്രത്യാശയോടെ ജീവിച്ചവരാ. Believers, they lived with this hope. ആ പ്രത്യാശയോടെ അവർ മരിച്ചു. They lived with that hope. അതുകൊണ്ട് അവരെല്ലാവരും കർത്താവിനെ കാണാതിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. And that's why when the trumpet of God shall sound, they shall rise up first.
അതേ പ്രത്യാശയോടെ നാം ഇന്നും ജീവിക്കണം. And we must live with that hope even today. നാം മരിക്കുന്നതിന് മുമ്പേ കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയോടെ നാം ജീവിക്കണം. We must live with that hope that Jesus will return even before we die. 2000 വർഷം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. It's 2000 years since. ചിന്തിച്ചു നമ്മുടെ കർത്താവ് വരുന്നതിനോട് എത്രമാത്രം അടുത്തിരിക്കുന്നു. How soon are we to the coming of the Lord? അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. That's why St. Paul reminds us. സമയത്തേക്കാൾ രക്ഷ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു. The day of salvation is very sooner than we expect. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമ്മോട് അധികം അടുത്തിരിക്കുന്നു. Salvation is nigh unto us even more than we expect. നമ്മുടെ തലവരെ ആസന്നമായിരിക്കുകയാണ്. As the coming of the Lord is very nigh. ആ സ്ഥലം ഒരുക്കിയ ശേഷം എത്ര വേഗം വെളിപ്പെടും. He's going to appear very soon for us. നമ്മുടെ മരണത്തിലും കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയോടെ നാം ജീവിക്കണം. We must live with the hope that Jesus will return even before we die. അങ്ങനെയെങ്കിലും കർത്താവ് വെളിപ്പെടുമ്പോൾ നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ കഴിയും. Then we shall be able to be transformed when he appears. അഥവാ മരിച്ചുപോയാൽ നാം മുമ്പേ ഉയർത്തെഴുന്നേൽപ്പിൽ കാണപ്പെടുവാനേ തീരും. And even if we die, we will be transformed. ആകയാൽ ആകാംക്ഷയോടെ കാത്തിരിക്കാം. We must wait with that expectation. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനായ ദൈവമാണ്. God is good unto them that seek after him, that wait for him. Yes, the coming of the Lord is very nigh. Shall we wait for him very expectantly? The trumpet shall sound very soon. The salvation is nearer than we expect. All those who seek him, they will be with him. When Christ who is alive shall appear, all those who are seeking for him, they shall also appear with him. That day is very nigh. Oh, our salvation is very nigh more than we expect. And shall we have that hope that Jesus shall return even before we die? Shall we make ourselves, prepare ourselves with that hope? And the Holy Spirit prepares us for that. And be filled with the power of the Holy Spirit. And standing steadfastly in the doctrine of the apostles. And without any spot or blame or wrinkle. And waiting expectantly for the coming of the Lord. The Lord is going to appear for them very soon. And for those who are waiting for him, all those who are seeking for him, the Lord is very good. That's what the prophet reminds us. Blessed are those who wait for him. Shall we wait with expectancy? Shall we live with the hope that before we die, our Jesus will return? Then we shall be able to receive him when he comes. And then even if we die, we shall be in the fold, we shall be caught up from the dead. How many of you desire? How many of you will surrender to be caught up with the coming of the Lord? To be transformed to the coming of the Lord? Shall we surrender ourselves wholly? And for those who are waiting expectantly for him, God is going to appear very soon. And so that we may be found worthy to be caught up with him. Shall we be filled with the power of the Holy Spirit and wait for him? When Christ who is our life shall appear, we shall also appear with him in glory. Jesus is going to appear for the church very soon. That's why the Holy Spirit is showered upon our lives. And by the Spirit we shall be transformed from glory to glory. And that's why we are enduring the trial of faith. Only those who are enduring the trial of faith shall receive glory upon glory. That's why we are brought to the doctrine of the apostles. And through the ministry of the apostles we are receiving glory upon glory. God is going to appear for the glorious church very soon. How many of you are ready? How many of you are surrendering
yourself. എല്ലാവരും കണ്ണടയ്ക്കാം. Shall we close our eyes? കർത്താവിന്റെ വരവ് ഏറ്റവും Yes, ആസന്നമായി. the coming of the Lord is very nigh. എന്നെ കാത്തിരിക്കുന്നവർക്കായി, For those who are waiting for എന്നെ Him, അന്വേഷിക്കുന്നവർക്കായി, those who are seeking for Him, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായി, those who are waiting expectantly for കർത്താവായ Him, യേശു വെളിപ്പെടുവാൻ God will പോകുകയാണ്. appear very soon. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്ക് ആദരപ്പെടുവാനായി എല്ലാവരും സമർപ്പിച്ചെടുക്കുക. Shall we surrender ourselves to be filled with the power of God? ഞാൻ ഏറ്റവും അഭിഷേകത്തോടെ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. And God is expecting to fill us with that power. ഈ ശക്തിയാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. Transform with that power. ഈ ശക്തിയാണ് നമ്മെ ഉയർപ്പിക്കുന്നത്. And this power will ഈ resurrect us. ശക്തിയാണ് സ്വർഗ്ഗാസനത്തിൽ മീതെ കൊണ്ടെത്തിക്കുന്നത്. And raise us to heaven above. കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തിയാൽ And the power which is make us everything to rule over us. നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ And this lowly body. മഹത്വ ശരീരത്തോട് അന്യമായി രൂപാന്തരപ്പെടുത്തുവാൻ പോകുകയാണ്. Transform to the glorious body. ആ ശരീരം ഏറ്റവും ആസന്നമായി That day ഇരിക്കുന്നു. is very soon. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe? എത്ര പേര് അതിനായി ഒരുങ്ങുന്നുണ്ട്? How many of you are getting ready ആ for that? ഒരുക്കത്തോടെ എത്ര പേര് How ആഗ്രഹിക്കുന്നുണ്ട്? many of you want to get ready for that? അതിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി And for those who are waiting, കർത്താവ് എത്രയും വേഗം വെളിപ്പെടുവാൻ yes, the പോകുകയാണ്. Lord will appear for them very soon. ഈ കൺവെൻഷന് പങ്കെടുത്ത എല്ലാവരും All those who appear for this convention, ഇതിനേക്കാളും യോഗ്യരാത്തിനെയാണ്. we be worthy to appear. കർത്താവിനെ ദൈവവചനം കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ? All those who listen to the word of അവരെ God, കർത്താവ് വെളിപ്പെടുമ്പോൾ when the Lord shall appear, കർത്താവിനെ എതിരേൽപ്പാൻ യോഗ്യരാത്തിനെയാണ്. so that we may be made worthy to receive Him. അതിനാൽ ഒരുങ്ങി കാത്തിരിക്കാം. Be prepared. കർത്താവിനോട് ഏറ്റവും Yes, the ആശ്രയമായിരിക്കുന്നു. Lord's coming is very soon. പ്രത്യാശ പുതുക്കാം. Let us renew our hope. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ ശരണമാക്കുന്നവർക്കു തന്നെ ശരണമാക്കുന്നവർക്കു അവൻ കോട്ടയും പരിചയം തുണയ്ക്കുന്നവനും അവൻ ആശ്വസിക്കുന്നവനും അവൻ കോട്ടയും പരിചയം തുണയ്ക്കുന്നവനും അവൻ ആശ്വസിക്കുന്നവനും Thank you.